നമസ്കാരം. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോളിലേക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലത്തെ ആദ്യ ഘട്ടത്തിൽ 9 സംസ്ഥാനങ്ങളായിരുന്നു കവർ ചെയ്തത്. ഇന്ന് 12 സംസ്ഥാനങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഹിന്ദി ഹൃദയഭൂമിയിലെ അടക്കം 12 സംസ്ഥാനങ്ങൾ കൂടി ബാക്കിയുണ്ട്. ആകെ 21 സംസ്ഥാനങ്ങളിലാണ് മെഗാ ഒപ്പീനിയൻ പോൾ നടത്തിയത്. ഇന്നലെ ഇതിന്റെ മെത്തഡോളജി പറഞ്ഞിരുന്നു, അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. 21 സംസ്ഥാനങ്ങളിലാണ് ന്യൂസ് 18 ഇങ്ങനെ ഒരു ഒപ്പീനിയൻ പോൾ സംഘടിപ്പിച്ചത്. അതിന്റെ 9 സംസ്ഥാനങ്ങളിലെ ഫലമാണ്, അതായത് 276 മണ്ഡലങ്ങളിലെ ഫലവും സാധ്യതകളുമാണ് ഇന്നലെ പുറത്തുവിട്ടത്. ഇന്നിനി ബാക്കിയുള്ള 12 സംസ്ഥാനങ്ങളിലെ 276 സീറ്റുകളുടെ ഫലം പുറത്തുവിടും. നമുക്കറിയാം, ഇന്നലെ NDAയുടെ ഭാഗത്ത് 176 സീറ്റുകൾ NDAയ്ക്ക് ഇന്നലെ ഈ ഫലത്തിലൂടെ, ഈ സർവേയിലൂടെ നമ്മൾ പ്രവചിച്ചിരുന്നു. ഇന്ത്യ സഖ്യത്തിനാകട്ടെ 61 സീറ്റുകൾ. അതായത് ഹിന്ദി ഹൃദയഭൂമിയിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ NDAയുടെ ഒരു വലിയ മുന്നേറ്റമായിരിക്കും എന്നാണ് ഈ ഒപ്പീനിയൻ പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള സാധ്യതകളാണ് തെളിഞ്ഞിരിക്കുന്നത്. മാർച്ച് 1 വരെയുള്ള സർവേ ഫലമാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്നലെ 9 സംസ്ഥാനങ്ങൾ നോക്കിയപ്പോൾ അതിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ സ്വാഭാവികമായിട്ടും ഇത്തവണയിൽ തവണത്തെ പോലെ അടക്കം വലിയ ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് NDA സഖ്യം പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. വലിയ അത്ഭുതങ്ങളൊന്നും ഇന്നലത്തെ ഫലത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കാര്യമായി ഉണ്ടായില്ല. പക്ഷേ ഉത്തർപ്രദേശിൽ കുറച്ചുകൂടി സീറ്റുകൾ സീറ്റുകളിൽ ഉത്തർപ്രദേശിൽ BJPക്ക് സാധ്യതയുണ്ട് എന്നാണ്. അതായത് കഴിഞ്ഞ തവണത്തെ 64 നിന്ന് കൂടി 77ലേക്ക് NDA എത്തും എന്നാണ് സാധ്യത വെച്ചുകൊണ്ട് ഈ സർവേ ഫലം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ ഇന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില സംസ്ഥാനങ്ങൾ, അതിൽ ബംഗാൾ ഉൾപ്പെടുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കർണാടകം ഉൾപ്പെടുന്നുണ്ട്, രാജസ്ഥാൻ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആന്ധ്രാപ്രദേശും ഇക്കൂട്ടത്തിലുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ഇതിൽ പശ്ചിമ ബംഗാൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. അവിടെ ഇന്ത്യ മുന്നണി അല്ലാതെ മത്സരിക്കുന്ന പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് എന്ത് സാധ്യതകളാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലുള്ളത്? കർണാടകത്തിൽ സംസ്ഥാനം പിടിക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞുവെങ്കിൽ പോലും BJPക്ക് കഴിഞ്ഞ തവണത്തെ 2019 തിളക്കമാർന്ന വിജയം ആവർത്തിക്കാൻ സാധ്യത. കാരണം കർണാടകത്തിൽ വലിയ ഒരു സ്വീപ്പ് BJP NDA സഖ്യം കഴിഞ്ഞ തവണ നേടിയിരുന്നു. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വന്നത്. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ എന്തു മാറ്റമുണ്ടാക്കുമെന്നതടക്കം ഒരുപാട് ആകാംക്ഷ നിറഞ്ഞ ഫലസൂചനകളിലേക്കാണ് നമ്മൾ പോകുന്നത്. സർവേ ഫലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ അതിനു മുൻപ് ഈ സർവേ ഫലത്തിലേക്ക് പോകുന്നതിന് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. CAA-യുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എന്ന പ്രയോഗം ആദ്യമായി പൗരത്വ നിയമത്തിൽ വന്നത് 2003 വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ്. എന്നാൽ ആരാണ് അനധികൃത കുടിയേറ്റക്കാർ എന്നത് നിർവചിക്കപ്പെട്ടത് മതാടിസ്ഥാനത്തിലായിരുന്നില്ല. 2019 ഭേദഗതിയാണ് പൗരത്വത്തെ നിർവചിക്കാനുള്ള അടിസ്ഥാനമാക്കി മതത്തെ മാറ്റിയത്. മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ പൗരത്വ സങ്കല്പം രാജ്യത്തിൻ്റെ ഭരണഘടനയിലുള്ളതല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 14, 21, 25 ഈ വകുപ്പുകളുടെയും ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായ മതേതരത്വത്തിൻ്റെയും ലംഘനമാണ് ഈ നിയമം. മൗലികാവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിൽ ഒരു നിയമവും സർക്കാരുകൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പ്രകാരം ഇന്ത്യൻ ഭൂപ്രദേശത്തിനകത്ത് ഏവർക്കും നിയമത്തിനു മുന്നിൽ സമത്വം, ഇക്വാലിറ്റി ബിഫോർ ലോ, തുല്യമായ നിയമസംരക്ഷണം, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് ഉറപ്പു നൽകുന്നുണ്ട്. കുടിയേറ്റക്കാരെ മുസ്ലിങ്ങളെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്നതിലൂടെ ഇന്ത്യ എക്കാലവും ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനാ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായി മതപരമായ വിവേചനത്തെ നിയമപരമാക്കാൻ ശ്രമിക്കുകയാണ്. അയൽ രാജ്യങ്ങളിൽ പീഡനം നേരിടുന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുകയാണ്
ലക്ഷ്യമെങ്കിൽ ആ രാജ്യങ്ങളിൽ പീഡനം നേരിടുന്ന മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത്? പാകിസ്ഥാനിലെ അഹമ്മദീയ മുസ്ലിങ്ങൾ, അഫ്ഗാനിസ്ഥാനിലെ ഹസര വിഭാഗക്കാർ, മ്യാൻമറിലെ റോഹിംഗ്യകൾ, ശ്രീലങ്കൻ തമിഴ് വംശജർ എല്ലാം പൗരത്വത്തിൻ്റെ പടിക്ക് പുറത്താവുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെയാണ് വ്യക്തമാക്കുന്നത്. റോഹിംഗ്യൻ അഭയാർത്ഥികളെ ഇന്ത്യയിൽ നിന്ന് നാടുകടത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വത്തെ നിയമവിരുദ്ധമാക്കുകയാണ് CAAയുടെ യഥാർത്ഥ ലക്ഷ്യം. ബുദ്ധമതക്കാരും ഹിന്ദുക്കളും സിഖുകാരും ഒഴികെയുള്ള എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും രാജ്യത്തു നിന്ന് നീക്കം ചെയ്യുമെന്ന് പലവട്ടം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രസ്താവിച്ചിട്ടുണ്ട്. NRC ബംഗാളിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കുമെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം പ്രഖ്യാപിച്ചു. 2019 നവംബർ 21-നും 2019 ഡിസംബർ 21-നും പാർലമെൻറ്റിൽ അമിത്ഷാ ഇക്കാര്യം ആവർത്തിക്കുകയുണ്ടായി. NRC രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കുമെന്നും ഒരു നുഴഞ്ഞുകയറ്റക്കാരനെയും വിടില്ലെന്നുമാണ് അന്ന് പറഞ്ഞത്. കേന്ദ്ര സർക്കാർ 2019 ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ പാസാക്കിയെടുത്തപ്പോൾ തന്നെ അതിനെതിരെ പ്രതിഷേധവുമായി കേരളമാകെ ഒന്നിച്ചണിനിരന്നു. മതനിരപേക്ഷതയിൽ നിന്ന് വ്യതിചലിക്കുന്നത് ഭരണഘടനയുടെ അടിത്തറ തോണ്ടുന്നതിന് തുല്യമാണെന്ന് LDF സർക്കാർ അന്ന് വ്യക്തമാക്കി. നമുക്ക് പോൾ സർവേയിലേക്ക്, മെഗാ പോൾ സർവേയിലേക്ക് മടങ്ങിയെത്താം. നമുക്ക് ഇന്നലത്തെ കണക്കുകൾ ആദ്യഘട്ടത്തിൽ 12 സംസ്ഥാനങ്ങളിൽ ഇന്നലെ കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. ഈ 12 സംസ്ഥാനങ്ങളിലായിട്ട് 249 സംസ്ഥാനങ്ങൾ ഇന്നലെ പുറത്തുവിട്ടു. സംസ്ഥാനങ്ങളിലെ 242 ലോക്സഭാ മണ്ഡലങ്ങളിലെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇന്നാണ് അടുത്ത 12 സംസ്ഥാനങ്ങളിലെ സാധ്യതകൾ പുറത്തുവിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തിന്റെ കാര്യം പറഞ്ഞില്ല നേരത്തെ, മഹാരാഷ്ട്രയുടെ കാര്യവും 48 സീറ്റുകളുള്ള മഹാരാഷ്ട്രയുടെ കാര്യവും ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ വിവിധ സംസ്ഥാനങ്ങളിൽ എങ്ങനെയായിരുന്നു ഒപ്പീനിയൻ പോളിന്റെ ഫലം, അതൊന്ന് ഓടിച്ചു നോക്കാം. ആദ്യം ബീഹാറിലെ ഫലം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ബീഹാറിലെ ഫലസൂചനകൾ ഏറെ നമുക്കറിയാം. പുതിയ സഖ്യമൊക്കെ അവിടെ നേരത്തെ ഉണ്ടായ സഖ്യം അത് പിരിയുന്നു. വീണ്ടും ആ സഖ്യം തന്നെ ഒരിക്കൽ കൂടി രൂപപ്പെടുന്ന പശ്ചാത്തലം വരുന്നു. 40 സീറ്റുകളിൽ 38 സീറ്റുകളും NDAയ്ക്ക്, നിതീഷ് കുമാറും BJPയും ഉൾപ്പെടുന്ന സഖ്യം 38 സീറ്റുകൾ നേടി അവിടെയും ഒരു സ്വീപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ NDAയ്ക്ക് ഒരു സീറ്റിന്റെ നഷ്ടം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും നിലയിൽ ഒട്ടും പരുങ്ങലിലല്ല JDUവുമായിട്ടുള്ള BJPയുടെ സഖ്യം എന്നാണ് ബീഹാറിൽ നിന്നുള്ള ചിത്രം വ്യക്തമാക്കുന്നത്. അതേസമയം RJDയും കോൺഗ്രസുമായിട്ടുള്ള ഇന്ത്യ മുന്നണി 2 സീറ്റുകൾ, കഴിഞ്ഞ തവണത്തെ ഒരു സീറ്റിൽ നിന്ന് 2 സീറ്റുകളിലേക്ക് അല്പം നില മെച്ചപ്പെടുത്തുവാനായിട്ട് കോൺഗ്രസിന് കഴിയും. ഇത്തവണ RJDയുമായിട്ടുള്ള മുന്നണി ഇന്ത്യ മുന്നണിയിലൂടെ. ഇതാണ് ബീഹാറിന്റെ ചിത്രം. അതാണ് രണ്ടാമത് നമ്മൾ ഇന്നലെ പുറത്തുവിട്ടത്. കേരളത്തിന്റെ ചിത്രമായിരുന്നു. കേരളത്തിന്റെ ചിത്രം ഇന്നൊക്കെ വലിയ ചർച്ചയായി, സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ ആ സർവേ ഫലങ്ങൾ വലിയ ചർച്ചയായ സാഹചര്യം കൂടിയുണ്ട്. കേരളത്തിൽ നമ്മൾ 20 സീറ്റുകളിൽ 14 സീറ്റുകൾ, സർവേ ഫലങ്ങളിൽ 14 സീറ്റുകൾ UDFനും 4 സീറ്റുകൾ LDFനും 2 സീറ്റുകൾ BJPക്കും. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ UDFന് കുറച്ച് ദോഷം സംഭവിക്കും, പക്ഷേ LDFന് കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുവാൻ കഴിയും. BJP അക്കൗണ്ട് തുറക്കുവാനുള്ള സാധ്യതയുണ്ട്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമായി 2 സീറ്റുകൾ BJPക്ക് നമ്മുടെ സർവേ ഫലം പ്രവചിക്കുന്നു എന്നതും ശ്രദ്ധേയമായി. അങ്ങനെ 14-4-2 എന്നായിരുന്നു കേരളത്തിലെ സീറ്റ് സർവേ ഫലം ഇന്നലെ പുറത്തുവിട്ടത്. മൂന്നാമതായി മധ്യപ്രദേശും
ഹിന്ദി ഹൃദയഭൂമിയിലുള്ള BJPക്ക് ഏറെ വേരോട്ടമുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ 29-ൽ 28 സീറ്റുകളും BJPക്കാണ് സർവേ ഫലം നൽകിയത്. എന്തായിരുന്നു മധ്യപ്രദേശിൽ അതേ നില തന്നെ 2024-ലും തുടരും, അതിനുള്ള സാധ്യതയാണ് എന്നാണ് ഒപ്പീനിയൻ പോൾ പറയുന്നത്. 28 ഇന്ത്യ മുന്നണിയാകട്ടെ 1, കോൺഗ്രസിന് 1 സീറ്റിനുള്ള സാധ്യത അവിടെയുണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ. ഇതാണ് മധ്യപ്രദേശ്. 4ാമത്തെ സംസ്ഥാനം ഇന്നലെ തമിഴ്നാടായിരുന്നു. തമിഴ്നാട്ടിൽ ചില വ്യത്യാസങ്ങൾ സർവേ ഫലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ പുറത്തുവിട്ടു. തമിഴ്നാട്ടിൽ അവിടുത്തെ ഭരണകക്ഷിയായ DMKയ്ക്ക് തിരിച്ചടിയുണ്ട് എന്ന സൂചനകളാണ് ഇന്നലെ പുറത്തു വന്നത്. 30 സീറ്റുകൾ, 39-ൽ 30 സീറ്റുകൾ DMKയ്ക്കും 5 സീറ്റുകൾ BJPക്കും 4 സീറ്റുകൾ AIDMKയ്ക്കും സർവേ ഫലം. അതായത് കഴിഞ്ഞ തവണ 38 സീറ്റുകൾ നേടിയ ഇന്ത്യ മുന്നണി, അതായത് കഴിഞ്ഞ തവണ ഇന്ത്യ മുന്നണി ആയിരുന്നില്ല, പക്ഷേ DMK സഖ്യം ഇത്തവണ അത് 30-ലേക്ക് കുറയും എന്നുള്ളതാണ്. അത് ഇന്ത്യ മുന്നണിയായിട്ടാണ് ഇത്തവണ തമിഴ്നാട്ടിൽ, അവിടെയാണ് 30 സീറ്റുകളിലേക്ക് ഇന്ത്യ മാറും എന്നുള്ളത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒപ്പീനിയൻ പോൾ. 4 അണ്ണാ DMK, 5 BJP എന്നുള്ളതാണ്. 13% വോട്ട് ഷെയർ ആണ് BJPക്ക് സാധ്യതയായി കാണുന്നത്. അവിടെയാണ് 5 സീറ്റുകൾ BJP തമിഴ്നാട്ടിൽ നേടുവാൻ സാധ്യതയുണ്ടെന്ന് ഒപ്പീനിയൻ പോൾ പറയുന്നത്. പിന്നീട് നമ്മൾ 5ാമതായി എടുത്ത സംസ്ഥാനം ഹരിയാനയാണ്. BJPക്ക് ഏറെ വേരോട്ടമുള്ള സംസ്ഥാനമാണ് ഹരിയാന. 10 സീറ്റുകളാണ് ഹരിയാനയുള്ളത്. 10-ൽ 10 സീറ്റുകളും BJPക്ക് ഹരിയാനയിൽ കിട്ടും. ഇന്ത്യ സഖ്യത്തിന് 0 നമ്മുടെ സർവേ പ്രവചിച്ചത്. 2019-ൽ എന്താണോ അതേ സാധ്യത തന്നെയാണ് 2024-ലും. 6ാമത്തെ സംസ്ഥാനം ഏറെ നിർണായകമായ പഞ്ചാബാണ്. ഇന്ത്യ സഖ്യം ഇല്ലാത്ത ഈ പറഞ്ഞതുപോലെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും രണ്ടായി മത്സരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് പഞ്ചാബ് എന്ന് കൂടി ചേർത്ത് വായിക്കണം. എന്നിട്ടും 13 സീറ്റുകളിൽ 7 സീറ്റുകൾ കോൺഗ്രസിന് പഞ്ചാബിൽ ലഭിക്കുന്നു. ആശ്വാസത്തിന്റെ ഒരു പച്ചത്തുരുത്തായി പഞ്ചാബ് കോൺഗ്രസിന് മാറുന്നു എന്നുള്ളത് പ്രധാനമാണ്. 3 സീറ്റുകളാണ് BJPക്ക് പ്രവചിക്കുന്നത്. 3 സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്കും പഞ്ചാബിൽ നിന്ന് ലഭിക്കുമെന്നാണ് സർവേ ഫലം പ്രവചിക്കുന്നത്. 8ാമതായി നമ്മൾ ഇന്ത്യ സഖ്യം കൃത്യമായി വർക്കൗട്ട് ചെയ്ത ഒരു സംസ്ഥാനമായ ഡൽഹിയിലേക്ക് ഒന്ന് പോകണം. 7ാമതായി ഹിമാചൽ പ്രദേശിലേക്ക് പോകണം. ഹിമാചൽ പ്രദേശിൽ 4 സീറ്റുകളാണ് ഉള്ളത്. ഹിമാചൽ പ്രദേശിൽ 4 സീറ്റുകളിൽ നമ്മുടെ പ്രവചനം അനുസരിച്ച് 4-ൽ 4 BJPക്കാണ് എന്നുള്ളതാണ്. 4-ൽ 4 സീറ്റുകളും BJP നേടുന്നു. ഇന്ത്യ സഖ്യത്തിന് 0 സീറ്റുകൾ ലഭിക്കാത്ത ഒരു സംസ്ഥാനമായി ഹിമാചൽ പ്രദേശ് മാറുന്ന സാഹചര്യം അങ്ങനെയായിരുന്നു. BJP ആയിരുന്നു എല്ലാ സീറ്റുകളും ഹിമാചൽ പ്രദേശിൽ നേടിയത്. ഇത്തവണയും അങ്ങനെ ആയിരിക്കുവാനാണ് സാധ്യത കൂടുതൽ. 8ാമത്തെ സംസ്ഥാനമായി ഡൽഹി. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ സഖ്യം ഏറ്റവും ഫലപ്രദമായി സീറ്റ് വിഭജനം അടക്കം പൂർത്തിയാക്കിയ ഡൽഹിയിൽ പക്ഷേ അതൊന്നും ഫലം കാണുന്നില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഫലസൂചനകൾ. പാർട്ടിയുമായി സഖ്യം ഉണ്ടാക്കിയിട്ടും കോൺഗ്രസിന് അവിടെ സാധ്യത കാണുന്നില്ല. അവിടെ 7-ൽ 7 സീറ്റും BJP കഴിഞ്ഞ തവണത്തെ പോലെ നേടും എന്നുള്ളതാണ്. അവിടെ വോട്ട് ഷെയറിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. BJPക്ക് ചെറിയൊരു ശതമാനത്തിന്റെ വ്യത്യാസം BJPക്ക് ഉണ്ടാകുന്നു. പക്ഷേ അവിടെ ആം ആദ്മി പാർട്ടിയും ആലോചിക്കണം. ആം ആദ്മിയും കോൺഗ്രസും സഖ്യത്തിലാണ്. സീറ്റ് വിഭജനമടക്കം കൃത്യമായി പൂർത്തിയാക്കിയ സംസ്ഥാനത്തും ആ നേട്ടം ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാകുന്നില്ല എന്നതും ഇന്നലത്തെ സർവേ ഫലത്തിൽ ശ്രദ്ധേയമായി. ഏറ്റവും ഒടുവിലായി നമ്മൾ പുറത്തുവിട്ട സർവേ ഫലം ഉത്തർപ്രദേശിലെയാണ്. UPയിൽ നമുക്കറിയാം 80 സീറ്റുകളുള്ള, രാജ്യത്തെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള, ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ 14 സീറ്റുകളാണ് NDA സഖ്യത്തിന് കൂടുതലായി ലഭിക്കുന്നത്. 13 സീറ്റുകൾ 64 എന്നുള്ളത് 77-ലേക്ക് കുതിച്ചെത്തുന്നു. കോൺഗ്രസ് പ്ലസ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് 2 സീറ്റ്. കഴിഞ്ഞ തവണ കോൺഗ്രസിന് 1 സീറ്റ് കിട്ടിയതാണ് ഉത്തർപ്രദേശിൽ. പക്ഷേ ഉത്തർപ്രദേശിൽ വലിയ നഷ്ടം സംഭവിക്കുന്നത് BSPക്കാണ്. കഴിഞ്ഞ തവണ 10 സീറ്റിലുണ്ടായിരുന്ന BSPക്ക് 1 സീറ്റിലേക്ക് SP-യുമായി ചേർന്ന് മത്സരിച്ചപ്പോൾ 10 സീറ്റ് ഉണ്ടായിരുന്ന BSPക്ക് ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ 1 സീറ്റ്. ഉത്തർപ്രദേശിൽ 77 NDA. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ 9 സംസ്ഥാനങ്ങളുടെ ഫലസൂചനകൾ നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. 9 സംസ്ഥാനങ്ങളിലെ 242 സീറ്റുകളുടെ ഫലസൂചനകൾ നമ്മൾ ഇന്നലെ പുറത്തുവിട്ടു. അതിൽ ഏറ്റവും ആദ്യം പുറത്തുവിടാൻ പോകുന്നത് കർണാടകത്തിന്റെ ഫലമായിരിക്കും. പക്ഷേ അതിനു മുൻപ് ചില ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ചോദ്യാവലിയിൽ വോട്ടർമാരോട് ചോദിച്ച ചോദ്യങ്ങൾ, ഇന്നലെ കുറേയേറെ ചോദ്യങ്ങൾക്ക് അവർ നൽകിയ ഉത്തരം ഇവിടെ പറഞ്ഞിരുന്നു. ഇന്ന് ബാക്കി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി. വോട്ടർമാർ ഏത് രീതിയിലാണ് ഈ ചോദ്യങ്ങളോട് പ്രതികരിച്ചത്? അതിൽ ആദ്യത്തെ ചോദ്യം ശ്രദ്ധേയമായ ചില ചോദ്യങ്ങൾ സർവേ ഫലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആളുകളോട് ചോദിച്ചിരുന്നു. അവർ അതിൽ കൃത്യമായ ഉത്തരം നൽകുന്നത് നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഇന്നലെ നമ്മൾ പുറത്തുവിടാതിരുന്ന കുറച്ച് ചോദ്യങ്ങൾ അത് കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം, അത് നമുക്ക് അതിലേക്ക് ആദ്യം പോകാം. ഭാരത് ജോഡോ യാത്രകൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള അഭിപ്രായം മെച്ചപ്പെടുത്തിയോ എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം.
ഇതിന് വോട്ടർമാർ നൽകിയ ഉത്തരമാണ് അടുത്തതായിട്ട് വരുന്നത്. ഭാരത് ജോഡോ യാത്രകൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള അഭിപ്രായം മെച്ചപ്പെടുത്തിയെന്ന് 52% പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. അതേസമയം 30% ആളുകൾ മെച്ചപ്പെടുത്തിയിട്ടില്ല എന്നും അഭിപ്രായം രേഖപ്പെടുത്തി. രാഹുൽ ഗാന്ധിക്ക് ആശ്വാസം നൽകുന്നതാണ്. 52% പേർ രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ള അഭിപ്രായം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. അതായത് കർണാടകയിലും തെലങ്കാനയിലും മറ്റും കോൺഗ്രസ് നേടിയ വിജയം രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയുടെ ഒരു പരിണിത ഫലമായിരുന്നു എന്ന അഭിപ്രായം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പങ്കുവച്ചിരുന്നു. അതനുസരിച്ചുള്ള ഒരു സർവേ ഫലം കൂടിയാണ് ഇത്. പക്ഷേ രാഹുൽ ഗാന്ധിയാണോ മോദിയാണോ മികച്ച നേതാവ് എന്നുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ ദേശീയ തലത്തിൽ 80% ആളുകളും മോദിക്ക് അനുകൂലമായിരുന്നു. ഇവിടെ പക്ഷേ ഈ ഭാരത് ജോഡോ യാത്രകൾ രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ള അഭിപ്രായം മെച്ചപ്പെടുത്തിയോ എന്നുള്ള ചോദ്യത്തിന് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. 52% ആളുകളും അത്തരത്തിൽ അഭിപ്രായപ്പെടുന്നു. 31% മാത്രമാണ് മെച്ചപ്പെടുത്തിയിട്ടില്ല എന്ന അഭിപ്രായം പങ്കുവച്ചത്. മറ്റൊരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം സർവേയുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് മുന്നിലേക്ക് നമ്മൾ എത്തിച്ചത് വനിതാ സംവരണ ബില്ലിനെ കുറിച്ച്. വനിതാ സംവരണ ബില്ലിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നാണ്. ഇത്തവണ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്നായിട്ട് വനിതാ സംവരണ ബിൽ വരികയാണ്. വനിതാ സംവരണ ബില്ലിനെ കുറിച്ച് അഭിപ്രായം എന്താണ് എന്നുള്ളത് പിന്തുണയ്ക്കുന്നതായി 68% വോട്ടർമാർ പറയുന്നു. മൃഗീയ ഭൂരിപക്ഷവും 68% എന്ന പിന്തുണയ്ക്കുന്നു വനിതാ സംവരണ ബില്ലിനെ എന്നാണ് ഈ സർവേയിൽ പങ്കെടുത്തവർ രേഖപ്പെടുത്തിയത്. ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ വനിതാ സംവരണ ബില്ലിന്റെ പ്രയോജനം കിട്ടില്ല, അതിനനുസരിച്ചുള്ള സംവരണം ഇല്ല. എങ്കിൽ പോലും വനിതാ സംവരണ ബില്ലിനെ പിന്തുണയ്ക്കുന്നവരാണ് കൂടുതൽ. 68% വോട്ടർമാരും പിന്തുണയ്ക്കുന്നു. 20% ആളുകൾ എതിർക്കുന്നു. അഭിപ്രായമില്ലാത്ത, അറിയില്ല അല്ലെങ്കിൽ അഭിപ്രായമില്ല എന്ന് പറയുന്ന 12% ആളുകളായിരിക്കും പിന്തുണയ്ക്കുന്നവരായിരിക്കും കൂടുതൽ. തീർച്ചയായും. അടുത്തതായിട്ട് ഇതെല്ലാം ദേശീയ തലത്തിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അതായത് എല്ലാ മണ്ഡലങ്ങളിലും വോട്ടർമാരോട് ചോദിച്ച ചോദ്യമാണ്. ഇന്നലെ ചില ചോദ്യങ്ങൾ കേരളത്തിന് വേണ്ടി പ്രത്യേകമായി ചോദിച്ചിട്ടുള്ളതുണ്ടായിരുന്നു. അതിന്റെ ഫലം ദേശീയ തലത്തിൽ ചോദിച്ചതിൽ നിന്ന് ഭിന്നമായിരുന്നു അല്ലേ? അങ്ങനെ വന്നിരുന്നു. മറ്റൊരു ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം ഈ തരത്തിൽ ചോദിച്ചത് അനുപാതത്തിലുള്ള അഭിപ്രായം എന്താണെന്നുള്ളതാണ്. സംവരണ അനുപാതത്തിലുള്ള അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്തുവാൻ പറഞ്ഞിരുന്നു. ഇതിന് വോട്ടർമാർ നൽകിയ ഉത്തരം ഇങ്ങനെയാണ്. സംവരണ അനുപാതത്തിലുള്ള അഭിപ്രായം എന്ത്? 50% കുറവാണ് സംവരണമെന്നത്, അത് വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട 48% ആളുകളുണ്ട് എന്നുള്ളതാണ്. അതേസമയം ആവശ്യപ്പെട്ടത് 21%. ജാതി സംവരണം നിർത്തലാക്കണമെന്ന് 15% വോട്ടർമാർ അഭിപ്രായപ്പെടുന്നു. സംവരണം ജാതി അടിസ്ഥാനത്തിൽ പകരം സാമ്പത്തികമായി പിന്നോക്കമുള്ളവർക്കാകണമെന്ന് 12%. അഭിപ്രായമില്ലാത്ത 4%. ഇതിലേറ്റവും ഈ 50% കൂടുതലാണ്, കുറയ്ക്കണം എന്ന് അഭിപ്രായപ്പെട്ടവരും ജാതി സംവരണം നിർത്തലാക്കണം എന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. അതേസമയം കൂട്ടണം എന്ന് ആവശ്യപ്പെട്ടവരാണ്. 50% കുറവാണ്, അത് കൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ, 48%. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി സർവേയിൽ പങ്കെടുത്തവർ മറുപടി നൽകിയ ഒരു ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ വോട്ടർമാർ ഏത് രീതിയിലാണ് അല്ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് അതുകൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഓരോ ചോദ്യവും ഈ സർവേയുടെ ഭാഗമായി ചോദിച്ചു. എന്തൊക്കെ ഘടകങ്ങൾ അവരെ സ്വാധീനിക്കുന്നു, ഈ ജാതി സംവരണവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള അഭിപ്രായങ്ങൾ അവർ പങ്കുവെക്കുന്നു, അതൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ അവർ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായി നൽകിയിട്ടുണ്ട് താനും. നമുക്ക് മറ്റൊരു ചോദ്യം കൂടി സർവേയുടെ ഭാഗമായി മുന്നോട്ട് വെച്ചിരുന്നു. അത് ഇതാണ്. രാമക്ഷേത്രം രാജ്യത്തിന്റെ അഭിമാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണോ? ഇത്തവണ വടക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഈ വിഷയമാണ് വോട്ടർമാരുടെ മുന്നിലേക്ക് വെച്ചത്. രാമക്ഷേത്രം രാജ്യത്തിന്റെ അഭിമാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണോ എന്നുള്ള ചോദ്യം. രാമക്ഷേത്രം രാജ്യത്തിന്റെ അഭിമാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണോ എന്ന ചോദ്യത്തിന് 64% പേർ അതെ എന്ന് അഭിപ്രായപ്പെടുന്നു. 64% അഭിപ്രായമില്ലാത്തത് 16%. അതായത് 36% ആളുകളാണ് അതെ എന്നുള്ള ഉത്തരം നൽകാത്തത്. ബാക്കി 64% ആളുകളും അതെ, രാമക്ഷേത്രം രാജ്യത്തിന്റെ അഭിമാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണ് എന്ന് പറയുന്ന 64%. ബിജെപി വലിയൊരു രാഷ്ട്രീയ ആയുധമായി കൂടെ ഉപയോഗിക്കുന്ന വിഷയമാണ്. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ആ ചോദ്യമാണ് ഉന്നയിച്ചത്. രാമക്ഷേത്രം രാജ്യത്തിന്റെ അഭിമാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണോ എന്നുള്ളത് 64% വോട്ടർമാരും അതെ എന്നുള്ള അഭിപ്രായമാണ് പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങൾ പ്രേക്ഷകർക്കായി. ഒരു ചോദ്യം കൂടി, മറ്റൊരു പ്രധാന ചോദ്യം കൂടി സർവേയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. ആ ചോദ്യം ഇതാണ്, അതിലേക്ക് ഒന്ന് പോകാം. ഈ ചോദ്യങ്ങളൊക്കെ ഓരോ വിവിധ തലത്തിലുള്ള ചോദ്യങ്ങളാണ്. രാമക്ഷേത്ര പ്രതിഷ്ഠ രാഷ്ട്രീയ ചടങ്ങാക്കി എന്ന കോൺഗ്രസിന്റെ ആരോപണത്തോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. രാമക്ഷേത്രവുമായി ബന്ധിപ്പിക്കുന്ന മറ്റൊരു ചോദ്യമായിരുന്നു രാഷ്ട്രീയമാക്കി എന്ന ആരോപണത്തോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിന് വോട്ടർമാർ നൽകിയ ഉത്തരം ഇങ്ങനെയാണ്. യോജിക്കുന്നു എന്ന് 22% ആളുകൾ മാത്രമാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത്. യോജിക്കുന്നില്ല
എന്ന് 74% ആളുകൾ അഭിപ്രായപ്പെടുന്നു. അതായത് രാമക്ഷേത്ര പ്രതിഷ്ഠ ഒരു രാഷ്ട്രീയ ചടങ്ങല്ല എന്ന് അഭിപ്രായപ്പെടുന്നവർ 74%. ഭൂരിഭാഗം ആൾക്കാരും അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. ഇതൊരു രാഷ്ട്രീയ ചടങ്ങല്ല, അങ്ങനെ ഒരു രാഷ്ട്രീയ ചടങ്ങാക്കി BJP മാറ്റിയിട്ടില്ല, കേന്ദ്ര സർക്കാർ മാറ്റിയിട്ടില്ല എന്ന് പറയുന്നവരാണ് 74%. നേരെ ഇന്നത്തെ ഫലങ്ങളിലേക്ക് പോവുകയാണ് അല്ലേ? നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ഫലങ്ങളിലേക്ക് പോകണം. നമുക്ക് കർണാടകം നോക്കാം. കർണാടകമാണ് വരാൻ പോകുന്നത്. അതിനുശേഷം ഇന്ന് ആന്ധ്രാപ്രദേശിലെ ആസാമുണ്ട്, തെലങ്കാനയുണ്ട്, രാജസ്ഥാനുണ്ട്. അങ്ങനെ ഹിന്ദി ഹൃദയഭൂമിയിൽ അടക്കമുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ ഫലസൂചനകൾ പ്രേക്ഷകർക്കായി ഉണ്ടാകും. വളരെ പെട്ടെന്ന് അതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഒന്നര പതിറ്റാണ്ടിൻ മെഗാ ഒപ്പീനിയൻ പോളിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം ഇന്ന് പറയാൻ പോകുന്നത് കർണാടകത്തിന്റെ ഫലമാണ്. കർണാടകം ഏവരും കാത്തിരിക്കുന്ന ഒരു ഫലമാണ്. കാരണം കഴിഞ്ഞ BJP പൂർണ്ണമായും സംസ്ഥാനമാണെന്ന് തന്നെ പറയാം. കാരണം 3 സീറ്റുകൾ മാത്രമായിരുന്നു അന്ന് BJPക്ക് നഷ്ടമായത് അല്ലേ? പക്ഷേ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ ഒരു തോൽവിയുടെ പശ്ചാത്തലം കൂടി അവിടെയുണ്ട്. BJPക്ക് കർണാടകത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ തിരിച്ചു വന്ന കോൺഗ്രസിന് ഇത്തവണ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ? പ്രത്യേകത BJPയും JDSഉം യോജിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട എന്താണോ കണ്ടത് അതിന് നേരെ എതിർചേരിയാണ് ഇത്തവണ കർണാടകത്തിൽ. കഴിഞ്ഞ തവണ 2 സീറ്റുകൾ JDSന് ഉണ്ടായിരുന്നു. 2 സീറ്റുകൾ JDSനും 1 സീറ്റ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 25 സീറ്റുകൾ BJPക്ക് ഉണ്ടായിരുന്നു. 2 സീറ്റുകൾ അല്ലെ? 1 സീറ്റ് കോൺഗ്രസിനും 1 സീറ്റ് JDSനും കിട്ടിയതാണ് കഴിഞ്ഞ തവണ. 1 സീറ്റിൽ സുമലത ജയിച്ച ഒരു സീറ്റുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ തന്നെ 26 സീറ്റുകളാണ് NDAയുടെ പക്ഷത്തുള്ളത്. കർണാടക സർവേ ഫലം വരുന്ന 25 സീറ്റുകൾ BJPക്ക് എന്നുള്ളതാണ്. കർണാടകയിൽ ഇത്തവണ 25 സീറ്റുകൾ BJPക്ക്, 3 സീറ്റുകൾ മാത്രം കർണാടകയിൽ കോൺഗ്രസ് സഖ്യത്തിനാകുന്നില്ല. കർണാടകത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിളക്കമാർന്ന വിജയം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുവാൻ ഇന്ത്യ മുന്നണി എന്ന് പറയാൻ പറ്റില്ല. അവിടെ കോൺഗ്രസ് ആണ് അവിടെ പ്രധാനമായിട്ടും ഇന്ത്യ സഖ്യത്തിൽ ഉള്ളത്. അപ്പോൾ കോൺഗ്രസിന് അത് ആവർത്തിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാധ്യത ഇപ്പോഴില്ല എന്നുള്ളതാണ് ഈ ഒപ്പീനിയൻ പോൾ സൂചിപ്പിക്കുന്നത്. അതേസമയം BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ തിളക്കമാർന്ന വിജയം അത് ആവർത്തിക്കുവാൻ ഇത്തവണ JDSുമായുള്ള സഖ്യത്തിലൂടെ കഴിയും. JDS സഖ്യമുണ്ടായിട്ടും 25 സീറ്റിൽ മാത്രം നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് 1 സീറ്റിൽ കഴിഞ്ഞ തവണ JDS ജയിച്ചത് കൂടിയുണ്ട്. 26 സീറ്റുകൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ BJP സഖ്യം NDA സഖ്യത്തിൽ ലഭ്യമാകേണ്ടതാണ്. 3 സീറ്റുകളിൽ കോൺഗ്രസ് സഖ്യം ഒതുങ്ങുന്നു, ഇന്ത്യ സഖ്യം ഒതുങ്ങുന്നു. 25 സീറ്റുകൾ BJPക്കൊപ്പം നിൽക്കുന്നു. BJP JDU സഖ്യത്തിനൊപ്പം നിൽക്കുന്നതോ എന്നതും പ്രധാനമാണ്. 25 സീറ്റുകളാണ് കർണാടക ഇത്തവണ BJPക്ക് നൽകുന്നത്. കഴിഞ്ഞ തവണ BJPക്ക് 26 സീറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ 2 സീറ്റുകൾ മാത്രമാണ് എതിർപക്ഷത്തിന് കിട്ടിയത്, കോൺഗ്രസിനും JDSനും കിട്ടിയത്. അത് വെച്ച് നോക്കുമ്പോൾ ഇത്തവണയും അതിൽ വലിയ മാറ്റമുണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ കർണാടകത്തിൽ BJPക്ക് വലിയ രീതിയിൽ അടിപതറും എന്നുള്ള രീതിയിലുള്ള ഒരുപാട് വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ. അതെ, കിരൺ വലിയ മോശമായ ഒരു പ്രകടനത്തിലേക്കൊന്നും BJP പോകുന്നില്ല എന്നാണല്ലോ BJP നേതാക്കളൊക്കെ മറുകണ്ഠം ചാടുന്നത് കണ്ടു നമ്മൾ കഴിഞ്ഞ തവണ. മഞ്ജുഷ, രഞ്ജിത്ത്, അങ്ങനെ ഒരു മോശമായ പെർഫോമൻസിലേക്ക് പോകുന്നില്ല എന്നുള്ള പ്രവചനമാണ് ഈ സർവേ നൽകുന്നത്. കഴിഞ്ഞ തവണ 26 സീറ്റായിരുന്നു BJPക്ക് ലഭിച്ചത്. 25 സീറ്റ് BJPക്കും BJP പിന്തുണ സ്വതന്ത്രമായി മത്സരിച്ച സുമലത അംബരീഷിന്റെ 1 സീറ്റ് ചേർത്ത് 26 സീറ്റ്, 1 സീറ്റ് കോൺഗ്രസിനും 1 സീറ്റ് JDSനുമാണ് ലഭിച്ചത്. ഇത്തവണ JDSും BJPയും സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ചിത്രം കൂടി നമുക്ക് നോക്കാം. കഴിഞ്ഞ തവണ NDA സഖ്യം 26 സീറ്റ്, കോൺഗ്രസ് 1, മറ്റുള്ളവരെന്ന് ഉദ്ദേശിക്കുന്നത് JDS ആണ്. JDSനും 1 സീറ്റായിരുന്നു. ഇത് 2014 ചിത്രവും ഏകദേശം ഈ മട്ടിൽ തന്നെയായിരുന്നു. NDA സഖ്യത്തിന് അന്ന് 19 സീറ്റ് കിട്ടി, കോൺഗ്രസിന് 9. അതേഴ്സ് അന്നത്തെ NDA സഖ്യം കൂടി ഒന്ന് കാണിക്കാം. അന്നത്തെ NDAക്ക് 19 സീറ്റുകളാണ് ലഭിച്ചത്. അതിൽ BJPക്ക് 17 സീറ്റും JDSന് 2 സീറ്റുമായിരുന്നു. 2014 മത്സരിക്കുമ്പോൾ BJP JDS സഖ്യമായിരുന്നു. 2019 BJP JDS സഖ്യമില്ലായിരുന്നു. 2024 എത്തുമ്പോൾ വീണ്ടും BJP JDS സഖ്യത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത്. ആ JDSന്റെ സീറ്റുകളാണ് ഈ 2 സീറ്റുകൾ കാണിക്കുന്നത്. 2009 ചിത്രം കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ 2009 NDAക്ക് 22 സീറ്റ്, കോൺഗ്രസിന് 6 സീറ്റ് എന്നുള്ളതായിരുന്നു. 2020 കോൺഗ്രസിന്റെ BJPക്ക് 19 സീറ്റും JDSന് 2009 2014
NDA സഖ്യം എന്ന് പറയുമ്പോൾ BJP പ്ലസ് JDS ആയിരുന്നു. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ വീണ്ടും പഴയ സഖ്യത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. പഴയ സഖ്യത്തിലേക്ക് മടങ്ങി വരുമ്പോഴും വോട്ട് ഷെയർ നോക്കുമ്പോൾ ഇപ്പോൾ 2019 വോട്ട് ഷെയർ നോക്കുമ്പോൾ NDAക്ക് വോട്ട് ഷെയർ എന്ന് പറയുന്നത് 61%. സഖ്യം വന്നിട്ടും 58% NDAക്ക് കുറയുന്നു. 35% ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാകുന്നു എന്നതും ശ്രദ്ധേയമാണ്. രഞ്ജിത്ത്, JDSന് കഴിഞ്ഞ മുൻകാല തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലോ ഉണ്ടായിരുന്ന ശക്തി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചില്ല. JDS വല്ലാത്ത രീതിയിലേക്ക് JDSന്റെ എല്ലാ മേഖലകളിലും പരമ്പരാഗതമായി തന്നെ ഒക്കലിംഗ വോട്ട് ലഭിക്കുന്ന മേഖലകളടക്കം JDSന് പിന്നോക്കം പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് JDS BJP സഖ്യത്തിലേക്ക്, ഇതുവരെയും വിലപേശി നിന്നിരുന്നവരാണ് JDS. ഇടയ്ക്ക് കോൺഗ്രസുമായി ചേർന്ന് സർക്കാർ രൂപീകരണം അടക്കം സാധ്യമാക്കിയതാണ്. അവിടെ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി കുമാരസ്വാമി അവിടെ മുഖ്യമന്ത്രിയായ ഒരു സർക്കാർ അടക്കം വന്നതാണ്. പക്ഷേ JDSന്റെ പിന്തുണ വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തവണ BJP സഖ്യത്തിലേക്ക് വന്നത്. പക്ഷേ BJP സഖ്യത്തിലേക്ക് JDS വരുമ്പോഴും അതനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ ഒരു വലിയ മുന്നേറ്റം ഈ ഫലപ്രവചനം എന്തായാലും കോൺഗ്രസിന് നൽകുന്നില്ല എന്നത് കൂടിയുണ്ട്. കഴിഞ്ഞ തവണത്തെ ആ മട്ടിൽ തന്നെയാണ് ഇപ്പോഴും BJP ഭരണകാലത്തുമൊക്കെ ഉണ്ടായിരുന്ന ആ മട്ടിൽ തന്നെയാണ് ഇപ്പോഴത്തെ പുതിയ കാലത്തെ ഫലവും കരുതുന്നത്. കഴിഞ്ഞ തവണയും 26 സീറ്റ്, 25+1 26 സീറ്റ് ലഭിച്ചിരുന്നു. ഒരു സീറ്റ് കോൺഗ്രസിനും ഒരു സീറ്റ് JDSനും ലഭിച്ചിരുന്നു. ആ ഒരു സീറ്റ് ലഭിച്ച JDSന് 7% വോട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ആ 7% വോട്ട് സ്വാഭാവികം 7% കൂടി NDAക്ക് വരണം. BJPക്കൊപ്പം NDA സഖ്യത്തിന് വരേണ്ട വോട്ടുകളാണ്. അവിടെയാണ് ഈ 58 എന്ന ഒരു ഫിഗറിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കിരൺ, ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ കൂടി വായിക്കാൻ കഴിഞ്ഞേക്കും. ഈ വോട്ടിംഗ് ശതമാനം കുറയുമ്പോഴും വിജയിക്കാനുള്ള ഒരു സാധ്യത JDSന്റെ വോട്ട് കൂടി BJPക്ക് വരുന്നു. അതുകൊണ്ട് വിജയ സാധ്യത എന്ന് വേണമെങ്കിൽ ഈ തരത്തിലാണ് ഫലം വരുന്നതെങ്കിൽ അങ്ങനെ കൂടി ചിലപ്പോൾ വായിക്കേണ്ടി വരും. എന്തായാലും JDS വരുന്നതുകൊണ്ട് അതുകൊണ്ട് നഷ്ടമുണ്ടാവുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ. അതിലൊരു അധിക നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞ 28 സീറ്റുകളിൽ 26 സീറ്റും അതൊരു പരമാവധി സീറ്റുകളാണ്. അതെല്ലാം കാര്യമുണ്ട്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അധികം മാസങ്ങളായിട്ടില്ല. അപ്പോൾ അവിടെ ഒരു തിളക്കമാർന്ന വിജയം അന്ന് കോൺഗ്രസ് നേടി. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുവാൻ കോൺഗ്രസിന് ഒരു സാധ്യതയും കാണുന്നില്ല എന്നാണ് ഈ ഒപ്പീനിയൻ പോൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേറൊരു ചിത്രം തന്നെയാണ് അവിടെ എന്ന് പറയേണ്ടി വരും. പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ മോദി മാജിക്ക് കാണിച്ച് വോട്ട് നേടുന്ന, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടുന്ന ഒരു സംസ്ഥാനമല്ലല്ലോ കർണാടകം BJPക്ക്, അല്ലേ? അവിടെ പ്രാദേശിക നേതാക്കൾ ഉണ്ട്, അവരുടെ ഒരു തിളക്കമുണ്ട്. ഇതെല്ലാമാണ് കാണുന്നത്. ഇത്തവണയും ആ ഒരു തിളക്കത്തിൽ വരുന്നതാണോ ഇത്? അതാണോ ഇപ്പോഴത്തെ ഒരു സാധ്യത? ഇപ്പോഴത്തെ ഈ കർണാടകത്തിലെ രാഷ്ട്രീയ രംഗം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. മഞ്ജുഷ, പൂർണ്ണമായും നമുക്ക് ആ തരത്തിൽ പറയാൻ കഴിയില്ല. കർണാടകയിലെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ആ തരത്തിലേക്ക് നേരത്തെ യെദ്യൂരപ്പയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ നേതൃത്വവും ആ തരത്തിലേക്ക് ഒരാൾ തന്നെ നേതാവ് എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ BJPയുടെ ഭരണത്തിൽ പലതവണ നേതൃമാറ്റങ്ങളും ഒക്കെ ഉണ്ടായി. അങ്ങനെ അവിടെ കർണാടകയിൽ എന്തായാലും നേതൃതർക്കങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം നിൽക്കുമ്പോൾ നരേന്ദ്രമോദി തന്നെ നേരിട്ട് വന്നാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രചരണ റാലികൾ നയിക്കുകയും പ്രചരണത്തിന് പൊതുസമ്മേളനങ്ങൾ നടത്തുകയും എല്ലാം ചെയ്തു. മോദിയും അമിത്ഷായും ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് വളരെയേറെ സന്ദർശനം നടത്തിയ സംസ്ഥാനം. പക്ഷേ അവിടെ വിജയിച്ചില്ല. അവിടെ വളരെ കൃത്യമായി കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലായിരുന്നു സംസ്ഥാനത്ത്. കോൺഗ്രസിന്റെ ഒരു DK ശിവകുമാർ, സംഘടന ചലിപ്പിക്കാൻ DK ശിവകുമാർ എന്നൊരു നേതാവും ഒപ്പം തന്നെ എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന സിദ്ധരാമയ്യ എന്ന ജനപ്രിയനായിരുന്ന മുൻ മുഖ്യമന്ത്രി കൂടി ചേർന്നതോടുകൂടിയാണ് കോൺഗ്രസിന് വലിയ വിജയം നേടിയത്. പക്ഷേ ഇപ്പോഴും നമുക്കൊരു അത്ഭുതം തോന്നുന്നൊരു വിഷയം, ആ സർക്കാർ അധികാരത്തിലേറി അവർ മുന്നോട്ട് വെച്ച എല്ലാ ഗ്യാരണ്ടികളും 5 വാഗ്ദാനങ്ങളും വളരെ കൃത്യമായി തന്നെ പാലിക്കപ്പെട്ടു. ഇപ്പോൾ കേരളമടക്കം പലപ്പോഴും വിമർശനം കേൾക്കേണ്ടി വരുന്നത്, കോൺഗ്രസിന്റെ ഭാഗത്ത് വിമർശനം വരുന്നത്, ഞങ്ങൾ ഭരിക്കുന്ന കർണാടകയിൽ ഞങ്ങൾ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം താണ്ട പാലിച്ചു കഴിഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സർക്കാർ അധികാരത്തിലേറി ആദ്യ മന്ത്രിസഭയിൽ തന്നെ 3 തീരുമാനങ്ങൾ നടപ്പാക്കുന്നു. തൊട്ടു പിന്നാലെ അടുത്ത 2 തീരുമാനങ്ങൾ കൂടി നടപ്പാക്കുന്നു. അങ്ങനെയൊക്കെ ജനപ്രിയ തീരുമാനങ്ങൾ നടപ്പാക്കിയിട്ട് പോലും അതിന്റെ ഒരു ഫലം, ഈ പ്രവചനമാണ് അന്തിമ ഫലമായി വരുന്നത്. അത് വോട്ടിൽ കാണുന്നില്ല എന്ന് കൂടി പറയേണ്ടി വരും. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒക്കെയുള്ള ഭയം ഈ കർണാടകം പോലും, ഇല്ലേ, തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പോലും ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന സംസ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമുണ്ട്. അവിടെ കോൺഗ്രസിന് മുന്നേറാൻ കഴിയുമെന്ന രീതിയിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ വന്നിരുന്നു, അല്ലേ? ഇപ്പോൾ സാച്ചുറേഷൻ പോയിന്റ് വടക്കേ ഇന്ത്യയിലായി കഴിഞ്ഞു. ഈ കർണാടകത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ കർണാടകം നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള ഭീതി, ഇതൊക്കെ കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും, ഇല്ലേ, ഇപ്പോൾ തെലങ്കാന, ആന്ധ്രാപ്രദേശ്, അതുപോലെ തന്നെ തമിഴ്നാട്, കേരളം, ഇങ്ങോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു BJP എന്ന്. പക്ഷേ കർണാടകം അങ്ങനെ BJPയുടെ കയ്യിൽ നിന്ന് പോകില്ല എന്നുള്ള സൂചനയാണല്ലോ ഇപ്പോൾ നൽകുന്നത്. അപ്പോൾ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ആരോപണമുണ്ടല്ലോ, അത് ഇല്ലാതാവുകയാണ്. യഥാർത്ഥത്തിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് വലിയ തോതിലുള്ള വിജയം ഇന്ത്യ മുന്നണി കക്ഷികൾക്ക് തമിഴ്നാട്ടിൽ നിന്നായാലും കർണാടകയിൽ നിന്നായാലും അതോടൊപ്പം തന്നെ തെലങ്കാനയിൽ നിന്നായാലും എല്ലാം
വലിയ വിജയം ഉണ്ടായെങ്കിൽ മാത്രമേ ഇന്ത്യ മുന്നണിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ. 130 സീറ്റുകളാണ് ദക്ഷിണേന്ത്യയിൽ ആകെയുള്ളത്. ഈ 130 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 30 സീറ്റുകളിൽ മാത്രമാണ് BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത്. ബാക്കി 100 സീറ്റുകളിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പാർട്ടികളാണ് ജയിച്ചത്. ഇവിടെ വലിയ മെജോറിറ്റി ആയിരുന്നു. ഈ 30 സീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 26 സീറ്റ് ലഭിച്ചത് ഒറ്റ സംസ്ഥാനത്ത് നിന്ന് മാത്രമാണ്. അത് കർണാടകയിൽ നിന്നായിരുന്നു. കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഒരു സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലടക്കം കർണാടകയാണ് ദക്ഷിണേന്ത്യയിൽ BJPക്ക് ഏക തുരുത്തായി ദക്ഷിണേന്ത്യയിലെ ഇത്തവണയും നിലനിൽക്കുന്നു. മറ്റൊരു കൗതുകകരമായ കാര്യം മഞ്ജുഷ്, ഈ കഴിഞ്ഞ തവണ ജയിച്ച ഏതാണ്ട് 21ഓളം സ്ഥാനാർത്ഥികളും 1 ലക്ഷം വോട്ടിന് മുകളിലാണ് കർണാടകയിൽ ജയിക്കുന്നത്. അതിൽ 10 പേർ 2 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷമുള്ളവരാണ് എന്ന് ശ്രദ്ധേയമായ കണക്കുണ്ട്. ഉത്തര കന്നഡയിൽ നിന്ന് അനന്തകുമാർ ഹെഗ്ഡെ കിരൺ ജയിച്ചത് 44,79,000 വോട്ടുകൾക്കാണ്. അത്രയധികം വോട്ടുകളുടെ വിജയം നേടിയ സ്ഥാനാർത്ഥികളാണ് കർണാടകയിലെ 25 പേരും എന്നതുകൂടി ഓർക്കണം. ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് 50-ൽ താഴെ സീറ്റുകൾ വോട്ടിന് ജയിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണ ഈ മോദി തരംഗം എന്നൊക്കെ പറയുന്നതോടൊപ്പം കർണാടകയിലെ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഉണ്ടായിരുന്നു. കർണാടകയിൽ പല മുന്നണിയായി നിന്ന് മത്സരിക്കുകയും അതിനുശേഷം JDSും കോൺഗ്രസും ചേർന്ന് ആദ്യം അവിടെ ഒരു സർക്കാർ രൂപീകരിക്കുന്നു. കുമാരസ്വാമിയെ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കുന്നു. പരസ്പരം എതിര് മത്സരിച്ച ഒരു സംസ്ഥാനത്ത് പരസ്പരം മത്സരിച്ച പാർട്ടികൾ യോജിച്ച് സർക്കാർ രൂപീകരിക്കുന്നു. സ്വാഭാവികമായും ആദ്യം BJP സർക്കാരാണ് അധികാരത്തിൽ വന്നത്. അതിന് വിശ്വാസ വോട്ട് നേടാൻ കഴിയുന്നില്ല. ഒട്ടേറെ നാടകീയ സംഭവങ്ങളെല്ലാം ഉണ്ടായി. ഒരു രാഷ്ട്രീയ വിലപേശലിനോ അല്ലെങ്കിൽ ആ മട്ടിലൊക്കെയുള്ള ഒരു നെഗറ്റീവ് ഇമേജ് കൂടി കോൺഗ്രസിനായാലും JDSനായാലും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. അതിനോടൊപ്പമാണ് BJPയുടെ ഒരു കരുത്ത് കൂടി ചേർന്ന് BJPക്ക് കഴിഞ്ഞ തവണ ഒരു വലിയ വിജയത്തിലേക്ക് നേടാൻ കഴിഞ്ഞത്. 26 സീറ്റ് എന്നുള്ള ഒരു വലിയ വിജയത്തിലേക്ക് നേടാൻ കഴിഞ്ഞത്. പക്ഷേ ഇതുവരെയുള്ള നിലവിലുള്ള ഈ കണക്ക് അനുസരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ നമ്മൾ കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കർണാടകയെ സംബന്ധിച്ച് കോൺഗ്രസ് ഇപ്പോൾ ശക്തമായ ഒരു നിലയിലാണ് നിൽക്കുന്നത്. കോൺഗ്രസ് ഭരണം വന്ന ശേഷവും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കാര്യമായ തർക്കങ്ങളില്ല. ക്ലിയർ മെജോറിറ്റിയോടുകൂടി തന്നെ കർണാടകയിൽ കോൺഗ്രസിന് അധികാരം ലഭിക്കുന്നു. കർണാടക സർക്കാരിനെ സംബന്ധിച്ചും അവർ വാഗ്ദാനങ്ങൾ പാലിച്ചു തന്നെ മുന്നോട്ട് പോകുന്നു. അതിനുശേഷം ഏത് തരത്തിലാവും ലോക്സഭയിലേക്ക് ഇനി പിക്ചർ മാറുമോ, അല്ലെങ്കിൽ കർണാടക സംസ്ഥാന രാഷ്ട്രീയം പൂർണ്ണമായും ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കാത്ത ഒരു അവസ്ഥ വരുമോ? ഇങ്ങനെയാണ് ഫലം അവസാനമായി വരുന്നതെങ്കിൽ സ്വാഭാവികമായും സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ സ്ഥിതിഗതികൾ, സംസ്ഥാന സർക്കാരിന്റെ ഭരണവിലയിരുത്തലുകൾ കൈവശമുണ്ടായിരുന്ന ഒരു സംസ്ഥാനം കൂടി BJPക്ക് നഷ്ടപ്പെടില്ല. അതായത് ഇതുവരെ 270 ലോക്സഭാ സീറ്റുകളുടെ ഫലം നമ്മുടെ സർവേയിലൂടെ പുറത്തു വന്നു കഴിഞ്ഞു. അതിൽ 199 BJP NDA സഖ്യത്തിനൊപ്പമാണ്. 64 സീറ്റുകളിൽ മാത്രമാണ് ഇന്ത്യ സഖ്യം മുന്നിലുള്ളത്. അതാണ് കർണാടകയുടെ ഇന്ന് ആദ്യമായി പുറത്തുവിടുന്ന സംസ്ഥാനം കർണാടകയാണ്. കർണാടകയുടെ ഫലം 25 സീറ്റുകൾ 25 സീറ്റുകളും NDA സഖ്യത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. കേവലം 3 സീറ്റുകളിൽ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് വിജയിക്കാനാവുന്നത്. നേരത്തെ കിരൺ പറഞ്ഞതുപോലെ അവിടുത്തെ മികച്ച ഭരണമൊന്നും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് രക്ഷയാകില്ല എന്നാണ് ഈ ഫലസൂചന. മറ്റൊരു ചിത്രമായിരിക്കും അസമിലേക്ക് പോകാം. അസമിലും കഴിഞ്ഞ തവണ BJPക്ക് വലിയ വിജയം നേടിയ സംസ്ഥാനമാണ്. അവിടെ സീറ്റുകൾ മാത്രമാണ് 9 സീറ്റുകളും കഴിഞ്ഞ തവണ BJPക്കൊപ്പമായിരുന്നു. 14 സീറ്റുകളുമായിരുന്നു. ഇത്തവണ NDAക്ക് 12 സീറ്റുകൾ കിട്ടുമെന്നാണ് പ്രവചനം. അതായത് 3 സീറ്റുകൾ കൂടി അധികം. NDAക്ക് 12 സീറ്റുകൾ. 14-ൽ അസമിൽ 12 സീറ്റുകളിലും NDAക്കൊപ്പം. അസമിൽ മറ്റു പ്രശ്നങ്ങൾ ഒരുപാട് ഉള്ളതാണ്. ഇപ്പോൾ ഈ CAA പൗരത്വ ഭേദഗതി നിയമം, അതിനെതിരെയുള്ള സമരം നടക്കുന്നു. ഒട്ടേറെ അത്തരത്തിലുള്ള അതിർത്തി വിഷയങ്ങളൊക്കെയുള്ള അസമിൽ. പക്ഷേ ഇത്തവണ ഇത് പക്ഷേ 2024 മാർച്ച് 1 വരെയുള്ള കണക്കാണ്. ഈ സർവേ അതിനുശേഷമാണ് CAA വിജ്ഞാപനം വന്നത്. അതിന് മുൻപുള്ള കണക്ക് കൂടിയാണ്. പക്ഷേ എങ്ങനെ സ്വാധീനിക്കും എന്നത് കണ്ടറിയണം. അവിടെ 2 സീറ്റുകൾ അതേഴ്സ് എന്ന കാറ്റഗറിയിലാണ്. അവിടെ ഇന്ത്യ സഖ്യത്തിന് കോൺഗ്രസിന് സീറ്റുകൾ പറയുന്നില്ല. ഈ അതേഴ്സിന്റെ കൂട്ടത്തിൽ AIUDF, അതെ, ഒപ്പം BPF, അത് അവിടുത്തെ 2 പ്രാദേശികമായ 2 രാഷ്ട്രീയ പാർട്ടികളാണ്. ഈ പാർട്ടികൾ ചേർന്ന് 2 സീറ്റുകൾ, ഓരോ സീറ്റുകൾ വെച്ച് 2 സീറ്റുകൾ ഈ 2 പേർക്ക് കിട്ടും എന്നുള്ളതാണ്. 12 സീറ്റുകൾ അസമിൽ NDA സഖ്യത്തിന് ഉണ്ടാകുന്നു. അപ്പോൾ 211-ൽ 284-ൽ 211 സീറ്റുകളിലേക്ക് NDA സഖ്യം എത്തുന്നു. 200-ന് മുകളിലേക്ക് സീറ്റ് എണ്ണം വർദ്ധിക്കുന്നു. അസമിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് കിരൺ, നമ്മൾ ഈ നേരത്തെ മഞ്ജുഷ പറഞ്ഞതുപോലെ ഈ സർവേ ഫലത്തിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ മാറി മറിഞ്ഞു. പ്രത്യേകിച്ച് അസമിനെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ കടന്നു വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഈ സർവേ ഫലത്തെ എങ്ങനെ വിലയിരുത്താം? 49% അസമിൽ വോട്ട് ഷെയർ കിട്ടാൻ പോകുന്നത്. കഴിഞ്ഞ തവണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇന്ത്യയിൽ CAA നടപ്പാക്കുമ്പോൾ
ഇന്ത്യയിൽ തൊട്ടടുത്ത ദിവസം ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയർന്നത് അസമിൽ നിന്നാണ്. അസം സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവും ഹർത്താലും എല്ലാം അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കുന്ന അടക്കം അവസ്ഥയിലേക്ക് പോയി. അർദ്ധ സൈനികരെ നിയോഗിക്കുന്ന അവസ്ഥയിലേക്ക് പോയി. CAA ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്ന് പറഞ്ഞാൽ അത് അസമിനെ സംബന്ധിച്ചായിരിക്കും. യഥാർത്ഥത്തിൽ ഈ CAA സംബന്ധിച്ച ഇങ്ങനെ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരാൻ തന്നെ കാരണം അസം സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. അവിടേക്ക് അനധികൃതമായ ആളുകൾ വോട്ടേഴ്സ് പട്ടികയിലടക്കം അല്ലെങ്കിൽ അവിടുത്തെ അനധികൃതമായ ആളുകൾ കടന്നുകൂടിയിട്ടുണ്ട്. അവർ അവിടെ ജീവിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അവിടെ ഒരു ജനസംഖ്യ രജിസ്റ്റർ തയ്യാറാക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു രജിസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഏകദേശം 19 ലക്ഷം മനുഷ്യർ അവിടെയുള്ള രജിസ്റ്ററിൽ ഉൾപ്പെടുന്നില്ല, ഇന്ത്യൻ പൗരന്മാരായി ഉൾപ്പെടുന്നില്ല. അതിൽ 15 ലക്ഷത്തോളം വരുന്നവർ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. ബാക്കി 4 ലക്ഷത്തോളം വരുന്നവരാണ് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടത്. ഈ 15 ലക്ഷം വരുന്ന ആളുകളെ പൗരത്വം നൽകുക എന്നതാണ് ഇതിന് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന രീതിയിൽ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ പൗരത്വ വിഷയത്തിൽ പ്രത്യേകിച്ച് വലിയ തോതിലേക്ക് ഇതര രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ കുടിയേറുകയും അവിടെ താമസിക്കുകയും അവരുടെ പ്രാദേശികമായ സംസ്കാരം നശിപ്പിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള വലിയ ആരോപണങ്ങളൊക്കെ ഉയരുകയും ഒക്കെ ചെയ്താണ്. യഥാർത്ഥത്തിൽ ഈ അസം കരാർ തന്നെ 79 മുതൽ 85 വരെയുള്ള കാലത്ത് അസം സ്റ്റുഡന്റ് യൂണിയന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി നിലനിന്ന വലിയ കലാപങ്ങളുടെയും വലിയ പ്രതിഷേധ സമരങ്ങളുടെയും ഒക്കെ ഒടുക്കത്തിലാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഈ അസം കരാർ തന്നെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് CAA ഏതു തരത്തിലാവും അസമിനെ ബാധിക്കുക. ഇപ്പോഴും അവിടെ തന്നെയാണ് പ്രതിഷേധം ഉയരുന്നത്. അസമിന്റെ രാഷ്ട്രീയത്തെ അപ്പാടെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു നിയമം കൂടിയാണിത്. അതിനെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ആർക്കാണ് അനുകൂലമാകുന്നത് എന്നതൊക്കെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഈ വിജ്ഞാപനം വന്നത് ഇതിൽ പ്രതിഫലിച്ചിട്ടില്ല. പക്ഷേ NRCയിൽ നിന്ന് അത്രയും ആളുകൾ പുറത്തു പോയത് അത് പക്ഷേ ഈ ഒരു ഒപ്പീനിയൻ പോളിൽ പ്രതിഫലിച്ചിട്ടുണ്ട് അല്ലേ കിരൺ? അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോഴത്തെ പ്രക്ഷോഭം, ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭം, CAA നടപ്പാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭം അത് വലിയ രീതിയിൽ സ്വാധീനിക്കാൻ ഇടയുണ്ടോ? അങ്ങനെ വരുമ്പോൾ ഇതിൽ BJPക്ക് അനുകൂലമായ ഒരു മാറ്റമാണോ പ്രതീക്ഷിക്കേണ്ടത് അതോ എതിരായ ഒരു മാറ്റമാണോ? മഞ്ജുഷ, രണ്ട് തരത്തിൽ അങ്ങനെ മാറ്റമുണ്ടാവാം. അത് BJPക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രക്ഷോഭത്തിന്റെ ഗതി വേറെ തരത്തിലേക്കാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായും അസമിനെ സംബന്ധിച്ച് നമുക്കറിയാം, അസമിലെപ്പോഴും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് വലിയ, ഈ അസം സ്റ്റുഡന്റ് യൂണിയനാണ് പലപ്പോഴും വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നയിക്കുകയും അവിടുത്തെ സർക്കാരിനെ തന്നെ അട്ടിമറിക്കാൻ തക്ക ശേഷിയുള്ള വിദ്യാർത്ഥി സംഘടനകളുള്ള ഒരു സംസ്ഥാനമാണ് അസം. അത് ഇപ്പോഴല്ല, ചരിത്രപരമായി തന്നെ അസമിന് ആ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇപ്പോഴും അസം സ്റ്റുഡന്റ് യൂണിയനാണ് പ്രധാനമായും തന്നെ ഇങ്ങനെ ഒരു സമരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രതിഷേധത്തിന് മുന്നിൽ നിൽക്കുന്നത്. അത് കോൺഗ്രസ് പരമാവധി മുതലാക്കാൻ വേണ്ടിയുള്ള ശ്രമം സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. കേരളത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തെ സംബന്ധിച്ചോ ഈ CAA എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നമ്മളുമായി നേരിട്ട് ബന്ധപ്പെടുന്നില്ല. നമ്മളൊരു വിശാലമായ കാഴ്ചപ്പാടൊക്കെ എടുക്കുമ്പോൾ ആ കാഴ്ചപ്പാടിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും തമ്മിലുള്ളത്. പക്ഷേ അസം സംസ്ഥാനത്തിന് അങ്ങനെയല്ല. ഇത് അവരുടെ നേരിട്ടുള്ള ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ, ഇതര രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾ വന്ന് അസമിൽ താമസിക്കുകയും ഏതോ തലമുറകളായി താമസിക്കുന്ന മനുഷ്യരുണ്ട്. ഇപ്പോഴും അത്തരത്തിലേക്കുള്ള ആളുകൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ എത്തുന്നത് അസമിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലേക്കുള്ള അവിടുത്തെ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ അതിശക്തമായി തന്നെ വരുന്നു. ഇന്ത്യയിൽ മറ്റ് ഏത് സംസ്ഥാനത്തും രാജ്യ തലസ്ഥാനത്ത് സർവകലാശാലകളിലൊക്കെ സാധാരണ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ജാമ്യ മിലിയയിലും ഒക്കെ ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾ. പക്ഷേ അതിലും വലിയ പ്രക്ഷോഭമാണ് അസം സംസ്ഥാനത്ത് ആകെ ഉണ്ടായത്. അവിടെ അർദ്ധസൈനികരെയൊക്കെ അടക്കം നിയോഗിച്ചുകൊണ്ട് സർക്കാരിന് സമരത്തെ നിയന്ത്രിക്കേണ്ടി വന്നു. ഹിമന്ത് വിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിന് ഈ വിഷയത്തിലടക്കം, അതോടൊപ്പം തന്നെ ഈ മണിപ്പൂരിന്റെ വിഷയം സ്വാഭാവികമായും ഈ അതിന്റെ ഏത് തരത്തിലാണ് വരുന്നതെന്നുള്ളത് ഈ സർവേ ഫലത്തിൽ വന്നു കാണണം. അപ്പോൾ അത് BJPക്ക് എതിരായി വരുന്നില്ല എന്നതുകൂടി. പക്ഷേ 2019 താരതമ്യപ്പെടുത്തുമ്പോൾ വോട്ട് ഷെയർ ഇപ്പോൾ ഈ ഒപ്പീനിയൻ പോൾ അനുസരിച്ചുള്ള വോട്ട് ഷെയർ NDAക്ക് BJPക്ക് കൂടുതലാണ്. BJPക്ക് വോട്ട് ഷെയർ 2019 കണക്ക് കൂടി നമുക്ക് വേണമെങ്കിൽ ഓടിച്ചു നോക്കാം. 2019 ഇതായിരുന്നു കണക്ക്. NDAക്ക് 9 ഇന്ത്യ മുന്നണിക്ക് 3 സീറ്റുകളും മറ്റുള്ളവർക്ക് 2 എന്നുള്ളതായിരുന്നു. NDA എന്ന് പറയുന്നത് NDAയിലെ 9 സീറ്റുകളാണ് ഉള്ളത്. അതിൻ്റെ മറ്റൊന്ന് ഏതായാലും ഇതാണ് 2019 കണക്ക്. NDAക്ക് 9 സീറ്റുകൾ, ഇന്ത്യ മുന്നണിക്ക് 3, കോൺഗ്രസിന് 3 സീറ്റുകൾ, മറ്റുള്ളവർക്ക് 2 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് AGPയും ഒക്കെ NDAയുടെ ഭാഗമായി മത്സരിച്ചാണ്. പക്ഷേ AGPക്ക് അന്ന് സീറ്റൊന്നും ലഭിച്ചിരുന്നില്ല. 2014 ചിത്രമെടുത്തു കഴിഞ്ഞാൽ 2014 NDAക്ക് 7 സീറ്റും മറ്റുള്ളവർക്ക് 4 സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് 3 സീറ്റുമായിരുന്നു. AGP അടക്കമുള്ള പാർട്ടികളാണ് മറ്റുള്ളവരുടെ വിഭാഗത്തിൽ വരുന്നത്. 2009 കണക്കെടുത്താലും 2009 ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികൾക്ക് 7 സീറ്റ്, NDAക്ക് 5 സീറ്റ്, മറ്റുള്ളവർക്ക് 2 സീറ്റ് എന്നുള്ളതായിരുന്നു. കോൺഗ്രസിന്റെ വലിയ ആധിപത്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് കോൺഗ്രസിന് അന്ന് 7 സീറ്റും കോൺഗ്രസിന് തന്നെയായിരുന്നു 2009 ഉണ്ടായിരുന്നത്. അന്ന് BJP NDAയുടെ ഭാഗമായി നിന്ന BJPക്ക്
4 സീറ്റും AGPക്ക് 1 സീറ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അന്ന് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെയും കോൺഗ്രസിന്റെ വലിയ കോട്ടയായിരുന്നു. പ്രത്യേകിച്ച് ഈ ഹിമന്ത് ബിശ്വ ശർമ്മ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വരുന്നതോടുകൂടിയാണ് അസമിൽ മാത്രമല്ല വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആകെ അത്തരത്തിലേക്ക് മാറ്റമുണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, എപ്പോഴും വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിൽ ഏത് സംസ്ഥാനമാണോ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് ആ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഈ സംസ്ഥാനങ്ങളിലെ ചെറിയ പാർട്ടികൾ. നമ്മുടെ ഒരു കൗതുകകരമായ കാര്യം 35% വോട്ട് ഷെയർ ഉണ്ട് ഇന്ത്യ സഖ്യത്തിന്, പക്ഷേ സീറ്റുകളില്ല. 35% വോട്ട് ഷെയർ ലഭിക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ ബേസ് വോട്ടുകൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. പക്ഷേ സീറ്റ് എണ്ണത്തിൽ എത്തുമ്പോൾ അത് വർക്ക്ഔട്ട് ചെയ്യുന്നില്ല. 49 സീറ്റുകളിൽ 49% വോട്ടുകൾ NDA സഖ്യം അവിടെ നിലനിർത്തുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കും. വ്യത്യാസം വരുന്നുണ്ട്, കൂടുന്നുണ്ട്. NDAക്ക് കൂടുന്നുണ്ട്. അസമും അങ്ങനെ കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ BJP നിലനിർത്താൻ പോവുകയാണ്, NDA സഖ്യം നിലനിർത്താൻ പോവുകയാണ്. 16% വോട്ടുകൾ നേടിയ AIUDFും BPFും ഓരോ സീറ്റുകൾ വീതം അവിടെ നേടുന്നു. അതാണ് അസമിലെ ഫലസൂചിക. 12 സീറ്റുകൾ അവിടെ NDA സഖ്യം നേടുന്നു. 2 സീറ്റുകൾ അവിടുത്തെ പ്രാദേശിക കക്ഷികളായ AIUDFും BPFും ചേർന്ന് പിടിക്കുന്നു. അവിടെ ഇന്ത്യ സഖ്യത്തിന് സീറ്റൊന്നും ലഭിക്കാത്ത 284 സീറ്റുകളുടെ സാധ്യതകളാണ് പറഞ്ഞത് ഇതുവരെ, ഇല്ലേ? അതിൽ തന്നെ 9 + 2 11 സംസ്ഥാനങ്ങളിലെ വിവരങ്ങൾ നൽകി കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ 211 സീറ്റുകളിൽ NDA, 64 സീറ്റുകളിൽ മാത്രം ഇന്ത്യ സഖ്യം. മറ്റുള്ളവർ 9 സീറ്റുകളിൽ, മറ്റുള്ളവർ വന്നിരിക്കുന്നത് 9 സീറ്റുകളിലാണ്. അങ്ങനെ ഇതിൽ തന്നെ ഈ 11 സംസ്ഥാനങ്ങളാകുമ്പോൾ തന്നെ NDAയുടെ ഒരു വ്യക്തമായ മേധാവിത്വം ഇതിൽ പ്രകടമായി കാണുകയാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് മറ്റൊരു തെക്കേ ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ വിവരമാണ്. തെലങ്കാനയാണോ ആന്ധ്രയാണോ? നമ്മൾ തെലങ്കാനയിലേക്ക് മൂന്നാമതായി പോകണം. വളരെ പെട്ടെന്ന് തെലങ്കാന റിസൾട്ടിനായി കാത്തിരിക്കുക. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. മെഗാ ഒപ്പീനിയൻ പോളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനിയും നമുക്ക് രണ്ടാം ഘട്ടത്തിലെ മൂന്നാമത്തെ സംസ്ഥാനത്തേക്ക് തെലങ്കാനയിൽ എങ്ങനെയാണ് തെക്കേ ഇന്ത്യയിലെ തെലങ്കാനയിൽ BJPക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ ദിവസങ്ങൾ തെലങ്കാനയിൽ ചെലവഴിച്ചതാണ്. ഇനിയും തെലങ്കാനയിലേക്ക് വരാനായിട്ട് പ്രധാനമന്ത്രിക്ക് പദ്ധതിയുണ്ട്. കോൺഗ്രസ് അധികാരം പിടിച്ച സംസ്ഥാനമാണ് തെലങ്കാന. അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, BRSന് അധികാരം നഷ്ടപ്പെട്ട ഒരു സംസ്ഥാനമാണ് തെലങ്കാന. BJP 7ഓളം നിയമസഭാ സീറ്റുകളിൽ വിജയിച്ച സംസ്ഥാനം കൂടിയാണ് അവിടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തെലങ്കാന റിസൾട്ട് വന്നു കഴിഞ്ഞു. തെലങ്കാനയിൽ 8 സീറ്റുകളിൽ ഇത്തവണ BJP വിജയം കാണും എന്നാണ് തെലങ്കാനയുടെ സർവേ ഫലം വ്യക്തമാക്കുന്നത്. ഇന്ത്യ സഖ്യം 6 സീറ്റുകളിലേക്ക് ഒതുങ്ങുന്നു. 3 സീറ്റുകൾ അതേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 3 സീറ്റുകളിൽ BRS ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ 4 സീറ്റുകളിൽ മാത്രമാണ് BJP അവിടെ വിജയിച്ചിരുന്നത്. കാര്യം എന്ന് പറയുന്നത് 4 സീറ്റുകൾ ഉണ്ടായിരുന്ന BJPക്ക് അത് ഇരട്ടിയാക്കുവാൻ തെലങ്കാനയിൽ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ BRSന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു അത് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 3 അവർക്ക് ഒരെണ്ണം മജ്ലിസ് പാർട്ടിക്കാണ്, 2 സീറ്റിലേക്ക് BRS താഴുമെന്നുള്ളതാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിഞ്ഞുപോയ BRS അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയാലും എന്നാണ് ഇപ്പോഴത്തെ സാധ്യതകൾ വെച്ച് പറയാൻ കഴിയുന്നത്. പക്ഷേ അവിടെ BJP 4 സീറ്റിൽ നിന്ന് 8 വളർച്ച നേടുമെന്ന് പറയുമ്പോൾ വോട്ട് ഷെയറിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്നാണ് അല്ലേ? BJPക്ക് 23% വോട്ട് ഷെയർ ആണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് 28%-ലേക്ക് വലിയ വർധനമാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഇത്തവണ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ചിരുന്നു അല്ലേ? കോൺഗ്രസുമായിട്ട് മത്സരിച്ചിരുന്നു. അവിടെ കോൺഗ്രസ് അധികാരം പിടിച്ചിരുന്നുവെങ്കിലും BJPക്ക് അവിടെ നില മെച്ചപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞു. പറഞ്ഞ പോലെ അമിത്ഷായും മോദിയും ഒക്കെ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു സംസ്ഥാനം കൂടിയാണ് തെലങ്കാന. തെലങ്കാനയിൽ BJP ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ തരത്തിലുള്ള വളർച്ച BJPക്ക് അവിടെ സംഭവിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല BRSനേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ കിട്ടുമെന്ന്
എന്നുള്ളത് കൂടിയാണ് NDAക്ക്. BRSന് 27%വും NDAക്ക് 28%വുമാണ്. അതേസമയം ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ അവിടെ കോൺഗ്രസ് തന്നെയാണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് 34% വോട്ട് ഉണ്ടായിട്ടും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്ന സീറ്റിന്റെ എണ്ണം 6 മാത്രമാണ്. പക്ഷേ BJPക്ക് 28% വോട്ട് ഷെയർ ഉണ്ടായിട്ടും അവർക്ക് 8 സീറ്റുകൾ. അത് തമിഴ്നാട്ടിലും ഇതേ രീതിയിലുള്ള ഒപ്പീനിയൻ പോൾ ആയിരുന്നു വന്നത് അല്ലേ? അവിടെ അണ്ണാ DMKയും BJPയും തമ്മിൽ നോക്കുമ്പോൾ 13% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന BJPക്ക് പക്ഷേ അവിടെ ഈ സീറ്റിന്റെ കാര്യം വന്നപ്പോൾ 5 സീറ്റുകൾ കിട്ടുമെന്നായിരുന്നു. ഇവിടെ BRSനും 27% ഉണ്ട് വോട്ട് ഷെയർ, അവർക്കും 2 സീറ്റാണ് ലഭിക്കുന്നത്. അതെ, 27% വോട്ട് ഷെയർ കാണിക്കുന്ന BRSന് 2 സീറ്റുകൾ എന്നുള്ളതാണ്. കിരൺ, ഇവിടെ ഇത്രയും വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കുവാൻ തെലങ്കാന സംസ്ഥാനത്ത് BJPക്ക് കഴിയുമോ? 8 സീറ്റുകൾ എന്ന് പറയുമ്പോൾ BJP പരമാവധി നേടുവാൻ സാധിക്കുമെന്ന് അവർ പറയുന്ന കാര്യമാണല്ലോ. 8 സീറ്റുകളൊക്കെ നേടാൻ ഞങ്ങൾ കഴിയും. പക്ഷേ അത് തന്നെ അവരുടെ ഉള്ളിൽ പോലും അത്രയ്ക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കുകയില്ലല്ലോ. മഞ്ജുഷ, യഥാർത്ഥത്തിൽ ഇത് അല്പം അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു പ്രവചനം കൂടിയാണ് ഈ വരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ BJP അവിടെ മത്സരിക്കുമ്പോൾ ഞങ്ങൾ അധികാരം പിടിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്ന മട്ടിൽ തന്നെയാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു മാറി സീറ്റ് എണ്ണം കൂട്ടുക എന്ന മട്ടിലല്ല മത്സരിച്ചത്. വലിയ പ്രചരണമൊക്കെ അവിടെ നടത്തിയതാണ്. പ്രത്യേകിച്ച് BRSനെതിരെ, പഴയ TRS ആണ് BRS ആയി മാറിയത്, ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടി. പക്ഷേ BJPക്ക് 8 സീറ്റുകളിൽ മാത്രമാണ് അപ്പോൾ ജയിക്കാൻ കഴിഞ്ഞത്. BRS അധികാരത്തിൽ നിന്ന് പോയപ്പോൾ BRSന്റെ സീറ്റുകളിലൊക്കെയും ജയിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിനാണ്. കോൺഗ്രസിന് 64 സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു. BRSന് 39 സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞപ്പോൾ അവിടെ ആകെ ജയിക്കാൻ കഴിഞ്ഞത് BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത് 8 സീറ്റുകൾ മാത്രമാണ്. മറ്റ് 7 സീറ്റുകൾ ലഭിച്ചത് AIMIM ആണ്, മജ്ലിസ് പാർട്ടിയാണ്. മജ്ലിസ് പാർട്ടിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന രൂപീകരണ ഘട്ടം മുതലുള്ള എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരേ 7 സീറ്റുകൾ തന്നെയാണ് മജ്ലിസ് പാർട്ടിക്ക്. ഹൈദരാബാദ് മേഖലയിൽ BRSന് ഇത്രയും വലിയൊരു അപജയം അവിടെ ഉണ്ടാകുമോ തെലങ്കാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? BRSന് പക്ഷേ വോട്ട് ഷെയറിൽ വലിയ അപജയം ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എണ്ണം നോക്കുമ്പോൾ ആകെ 2 സീറ്റുകൾ മാത്രമാണ്. 27% വോട്ട് ഷെയർ ഉണ്ട്, പക്ഷേ 2 സീറ്റുകൾ ഒതുങ്ങിയാണ് അവർ. അത് അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. പ്രധാനപ്പെട്ട ഒരു വിഷയം, BRSനെ സംബന്ധിച്ചിടത്തോളം BRSന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ BRSന് അത്തരം ഒരു തിരിച്ചടി നേരിട്ടിരുന്നു. അങ്ങനെ ഒരു തിരിച്ചടി നേരിടുമെന്ന് നേരത്തെ ഇലക്ഷൻ പ്രവചനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഒരു തിരിച്ചടിയാണ് BRS നേരിട്ടത്. അപ്പോൾ അതിനുശേഷം BRSന് അങ്ങനെ ഒരു മടങ്ങിവരവ്, പ്രത്യേകിച്ച് ചന്ദ്രശേഖർ റാവുവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ, അദ്ദേഹത്തിനെതിരെ വന്ന അഴിമതി ആരോപണങ്ങൾ, അങ്ങനെ അഴിമതി ആരോപണങ്ങളുടെ ഒരു വലിയ പട്ടിക തന്നെ അവിടെ വന്നിരുന്നു. ആ സമയത്താണ് കോൺഗ്രസ് അവിടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത്. കോൺഗ്രസിന് ആ ഒരു മുന്നേറ്റം ഉണ്ടാക്കി. ഇതിൽ എനിക്കൊരു പ്രധാന പ്രത്യേകതയായി തോന്നിയത് കോൺഗ്രസ് ഈ നിയമസഭാ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ വലിയ മുന്നേറ്റം, ആ മുന്നേറ്റം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോഴത്തെ ഫലപ്രവചനത്തിൽ പ്രതിഫലിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകൾ മാത്രം നേടിയ BJPക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടനത്തിൽ അടക്കം പിന്നാക്കം പോയ BJPക്ക് ഇപ്പോൾ 8 ലോക്സഭാ സീറ്റുകൾ ലഭിക്കുന്ന തരത്തിലേക്ക് ഉള്ളൊരു മാറ്റമാണ് ഈ ഫലപ്രവചനങ്ങൾ നൽകുന്നത്. രാഷ്ട്രീയമാണ് ഏത് തരത്തിലും ഏത് സമയത്തും മാറാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും രാഷ്ട്രീയം അപ്പാടെ മാറിയ സംഭവങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ ഒട്ടേറെ ഉണ്ട്. രാജസ്ഥാൻ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്, രാജസ്ഥാനിൽ ആ ഭരണത്തിന് ശേഷം ഗെലോട്ട് ഭരിക്കുമ്പോഴാണ് 4 മാസത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് 5 മാസത്തിന് ശേഷം നടക്കുന്നത്. ആ ഘട്ടത്തിൽ ഒറ്റ സീറ്റിൽ പോലും രാജസ്ഥാനിൽ ജയിക്കാൻ കഴിഞ്ഞില്ല. മധ്യപ്രദേശിലും കോൺഗ്രസിൽ ഭരണം നടക്കുന്ന സമയത്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവരെ സമീപിക്കുന്ന രീതി വ്യത്യസ്തമാണ്. തെലങ്കാന BJPക്ക് അനുകൂലമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറി ചിന്തിക്കുന്ന ഒരു സംസ്ഥാനമല്ല ചന്ദ്രശേഖർ റാവുവിന്റെ ദേശീയ രാഷ്ട്രീയ മോഹങ്ങൾ അത് ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ അസ്തമിച്ചേക്കാം. കാരണം TRS എന്നുള്ളത് BRS ആക്കി ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയാകാനും ഒരുപക്ഷെ പ്രധാനമന്ത്രി പദത്തിലേക്കൊക്കെ ക്ലെയിം ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി അതും കൂടി അസ്തമിച്ചേക്കാം എന്ന സൂചനകൾ കൂടി നൽകുന്നുണ്ട്. രഞ്ജിത്തെ, നമുക്ക് അങ്ങനെ പൂർണ്ണമായും പറയാൻ കഴിയില്ല. BRSനെ, ചന്ദ്രശേഖർ റാവുവിനെ സംബന്ധിച്ചിടത്തോളം ഈ തെലങ്കാന സംസ്ഥാനത്തിന് അതിൻ്റെ രൂപീകരണത്തിന് ആർക്കാണ് ഏറ്റവും കൂടുതൽ അതിന് അവകാശി, അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ ഒരു പിതൃരൂപം ആർക്ക് നൽകണമെന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും അവർ നൽകുന്നത് K. ചന്ദ്രശേഖർ റാവുവിന് തന്നെയാണ്. ഏറ്റവും ആദ്യം മുതൽ തെലങ്കാന സംസ്ഥാനത്തിന് വേണ്ടി നിലപാടെടുക്കുകയും UPA സർക്കാരിൻ്റെ കാലത്തൊക്കെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നയിക്കുകയും ഒക്കെ ചെയ്തത് യഥാർത്ഥത്തിൽ ചന്ദ്രശേഖർ റാവുവാണ്. ചന്ദ്രശേഖർ റാവു അത് ഒരു തരത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിനെ ഒരു ചതിയിൽപ്പെടുത്തി കൂടിയാണ് അങ്ങനെ ഒരു സംസ്ഥാന രൂപീകരണം സാധ്യമാക്കിയത്. അങ്ങനെ സംസ്ഥാനം രൂപീകരിച്ചാൽ ഞങ്ങളുടെ പാർട്ടി നിങ്ങൾ കോൺഗ്രസിൽ ലയിക്കാം എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടാക്കിയാണ്. പക്ഷേ അദ്ദേഹം അതിനും തയ്യാറായില്ല.
കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു വലിയ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ആ സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളൊന്നും ചെറുതായിരുന്നില്ല. അണക്കെട്ടുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ, ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ ജോലിക്ക് വേണ്ടിയുള്ള കൈക്കൂലി, അങ്ങനെ ആ സർക്കാരിനെതിരെയും അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും എല്ലാം ചേർന്നാണ് സർക്കാർ നിയന്ത്രിച്ചിരുന്നതെന്നുള്ള വലിയ ആരോപണങ്ങൾ. ഇത്തരം ആരോപണങ്ങളെല്ലാം പശ്ചാത്തലത്തിലാണ് BRS പരാജയപ്പെട്ടത്. പക്ഷേ പരാജയപ്പെടുമ്പോഴും നമ്മൾ ആലോചിക്കണം, BRSനെ സംബന്ധിച്ച് 39 സീറ്റുകൾ BRSന് അപ്പോഴും നിലനിർത്താൻ കഴിഞ്ഞു. അങ്ങനെ പാടെ അസ്തമിച്ചു പോകുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. ഇപ്പോഴായാലും ഈ ഒപ്പീനിയൻ പോൾ അനുസരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾക്കുള്ള സാധ്യത BRSന് കാണുന്നുള്ളൂ എന്നുള്ളതാണ്. അത് ഇപ്പോഴത്തെ സാധ്യതയാണ്. പക്ഷേ ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതുപോലെ തന്നെ. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ പ്രചാരണം BJP സ്വാഭാവികമായിട്ടും തെലങ്കാനയിൽ ഊർജിതമാക്കും. പ്രധാനമന്ത്രി മോദിയുടെ സാന്നിധ്യം സ്ഥിരമായി വരും. കാരണം തെക്കേ ഇന്ത്യയിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ളത് BJPയുടെ ലക്ഷ്യമാണ്. അത് 4-ൽ നിന്ന് എന്തായാലും വർദ്ധിപ്പിക്കുവാനായിട്ട്. കർണാടകയുടെ കാര്യം പറഞ്ഞതുപോലെ രേവന്ത് റെഡ്ഡി എന്ന വളരെ കഴിവേറിയ മുഖ്യമന്ത്രി അവിടെ ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസ് അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ പ്രഭാവം അവിടെ ഉണ്ടാകണം. പക്ഷേ ഈ കർണാടകയിൽ സംഭവിച്ചതുപോലെ തന്നെ നിയമസഭയിൽ അത്ര വലിയ വിജയം നേടിയിട്ടും തെലങ്കാനയിൽ എത്തുമ്പോൾ നിയമസഭയിൽ വിജയം നേടിയിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ആ പറയുന്ന മുന്നേറ്റം സംഭവിക്കുന്നില്ല എന്ന് ശ്രദ്ധേയമാണ്. കിരൺ, കഴിഞ്ഞ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെർസെൻറ്റേജ് കണക്കുകൂടി നമുക്കൊന്ന് നോക്കുന്നത് നന്നാവുമെന്ന് തോന്നുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിന്റെ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വിജയിക്കുമ്പോൾ കോൺഗ്രസിന് 39.4% വോട്ടാണ് ലഭിച്ചത്. ആ സമയത്ത് TRS പരാജയപ്പെടുകയാണെങ്കിലും 37.39% വോട്ട്, ഏകദേശം 2% വോട്ടിൻ്റെ വ്യത്യാസമാണ് കോൺഗ്രസും BRSും തമ്മിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. BJPക്ക് അന്ന് ലഭിച്ച വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 13.9%. 14% വോട്ടാണ് BJPക്ക് ലഭിച്ചിരിക്കുന്നത്. ഒവൈസിയുടെ പാർട്ടിക്ക് 2.27%. ഒവൈസിയുടെ പാർട്ടിയെ 2.27% എന്ന് എഴുതി തള്ളാൻ കഴിയില്ല. കാരണം ഒവൈസിയുടെ പാർട്ടിക്ക് ഹൈദരാബാദ് റീജിയനിൽ ഒരു പ്രത്യേക സ്ഥലത്താണ് സ്വാധീനമുള്ളത്. ഇതാണ് ഹൈദരാബാദ് റീജിയൻ. ഹൈദരാബാദിൽ ഈ സ്ഥലത്താണ് സ്വാധീനമുള്ളത്. ഈ സ്ഥലത്തെ 7 മണ്ഡലങ്ങൾ, ഈ 7 മണ്ഡലങ്ങളും തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഒവൈസിയുടെ പാർട്ടി AMIM തന്നെയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു സ്വാധീനമാണ് എന്നതുകൊണ്ട് തന്നെ അവരുടെ വോട്ടിംഗ് ശതമാനം കൊണ്ട് ഇപ്പോഴും ഈ പ്രവചനത്തിൽ പോലും ഒവൈസിക്ക് ഈ തവണയും 4ാം തവണയും 5ാം തവണയും മറ്റാണ് ഒവൈസിക്ക് 4ാം തവണയാണെന്ന് തോന്നുന്നു ഒവൈസിക്ക് വിജയം ഉറപ്പാണ് എന്നുള്ളൊരു ഫലപ്രവചനമാണ് വരുന്നത്. അതിൽ കാര്യമായ മാറ്റമുണ്ടാകാൻ വഴിയില്ല. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് വലിയ വ്യത്യാസം, വലിയ ഇടിവ് BRSന് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ BJPക്ക് ഒരു വലിയ തോതിലുള്ള വോട്ടിംഗ് ശതമാനത്തിലെ വളർച്ച ഉണ്ടാവണം. ഈ രണ്ടും ഈ ഘട്ടത്തിനിടയിൽ സാധ്യമാവുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ ഫലപ്രവചനങ്ങൾ. എന്തായാലും അതൊരു അസാധാരണമായ ഒരു വോട്ടിംഗ് ഷെയറിലെ മാറ്റം കൂടി പ്രവചിക്കുന്നതാണ് ഈ ഫലപ്രവചനം. ചില കാര്യങ്ങളാണ് ഈ പ്രവചനത്തിൽ വന്നിരിക്കുന്നത്. ഈ മൂന്നാമത്തെ സംസ്ഥാനം കൂടി കഴിഞ്ഞപ്പോൾ 301 ലോക്സഭാ സീറ്റുകളുടെ ഫലപ്രവചനമാണ് സർവേയുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതിൽ തെലങ്കാനയാണ് ഏറ്റവും അവസാനം. അതിൽ 17-ൽ 8 സീറ്റുകളും NDA സഖ്യത്തിന് നൽകുന്നു. 6 സീറ്റുകൾ മാത്രം കോൺഗ്രസ് സഖ്യത്തിന്, ഇന്ത്യ സഖ്യത്തിനുണ്ടാകുന്നു. 2 സീറ്റുകൾ മജ്ലിസ് പാർട്ടിക്കും BRSനും. 2 സീറ്റുകൾ BRSന്, 1 സീറ്റ് മജ്ലിസ് പാർട്ടിക്ക് 1 സീറ്റ്. 301 ലോക്സഭാ മണ്ഡലങ്ങളുടെ ഫലസൂചനകൾ വരുമ്പോൾ 219 ഇടത്താണ് NDA സഖ്യം ഇപ്പോൾ മുന്നിലുള്ളത്. 70 ഇന്ത്യ സഖ്യത്തിന് മുന്നേറാൻ സാധ്യതയുള്ളതായി ഒപ്പീനിയൻ പോൾ പറയുന്നു. മറ്റുള്ളവർ 12 സീറ്റുകളിലും മുന്നേറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തതായിട്ട് മറ്റൊരു ഹിന്ദി ഹൃദയഭൂവിലേക്കാണ് പോകുന്നത്. അത് രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ 25-ൽ 25 സീറ്റുകളും, കഴിഞ്ഞ തവണ മോദി പ്രഭാവത്തിൽ 25-ൽ 25 സീറ്റും, അതും കോൺഗ്രസ് ഭരണം പിടിച്ച ഒരു സംസ്ഥാനത്താണ് അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ 25-ൽ 25 സീറ്റുകളും നേടിയത് 60% വോട്ടുകളും BJPക്ക് കിട്ടിയതാണ്. ഇത്തവണ എങ്ങനെയായിരിക്കും? ഇത്തവണ ഭരണം തിരിച്ചു പിടിക്കുക കൂടി ചെയ്തിട്ടുണ്ട് BJP രാജസ്ഥാനിൽ. ആ ഒരു ഘട്ടത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാജസ്ഥാനിൽ എങ്ങനെയായിരിക്കും ഇത്തവണ വോട്ടർമാർ ചിന്തിക്കുന്നത്? അതിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. News 18 Mega ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോളിൽ നമ്മൾ ഈ 4ാമത്തെ സംസ്ഥാനത്തേക്ക് ഇതുവരെ 301 സീറ്റുകളുടെ സാധ്യതകളാണ് ന്യൂസ് 18 ഒപ്പീനിയൻ പോൾ പ്രകാരം പ്രസിദ്ധീകരിച്ചത്. അതിൽ 219 NDA സഖ്യത്തിന് ലഭിച്ചു. അതിൽ 70 സീറ്റ് മാത്രമാണ്
ഇന്ത്യ സഖ്യത്തിന് 12 സീറ്റുകൾ അതേഴ്സ് എന്ന കാറ്റഗറിയിലാണ്. 301 219 നേടിയാണ് ഇപ്പോൾ NDA സഖ്യം വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. രാജസ്ഥാനിലേക്ക് പോയാൽ നമുക്കറിയാം ഹിന്ദി ഹൃദയ ഭൂമിയാണ്, ബിജെപിയുടെ വലിയ കോട്ടയാണ്. 2019 25 സീറ്റുകളും രാജസ്ഥാനിൽ BJP-ക്കായിരുന്നു. ഇത്തവണയും അതിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ഒപ്പീനിയൻ പോൾ സൂചിപ്പിക്കുന്നത്. 25 സീറ്റുകളും രാജസ്ഥാനിൽ BJP-ക്ക് 61% വോട്ട് ഷെയർ നേടിയാണ് രാജസ്ഥാനിൽ BJP 25 സീറ്റുകളും നേടുന്നത്. ഇന്ത്യ സഖ്യത്തിന് അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ഷെയർ കിട്ടും BJP-ക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം ആവർത്തിക്കുവാനായിട്ട് കഴിയും BJP-ക്ക് രാജസ്ഥാനിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എന്നാണ്. കഴിഞ്ഞ തവണ 58% ഇത്തവണ 61% വോട്ട് ഷെയർ മാറും BJP-യുടെ. കിരൺ, ഒട്ടും അത്ഭുതം ഉണ്ടാകേണ്ട ഒരു ഫലമല്ല. കാരണം അത്രത്തോളം സംഘടനാ സംവിധാനം അടക്കം BJP-ക്ക് ഏറെ കരുത്തുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തോൽപ്പിച്ച് അധികാരം തിരിച്ചുപിടിക്കുവാൻ BJP-ക്ക് കഴിഞ്ഞു എങ്കിൽ പോലും ഈ വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ BJP-യും കോൺഗ്രസും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകാത്ത ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ചിത്രം ആകെ മാറുകയാണ്. കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റും നേടി. ഇത്തവണയും നിലവിലെ സ്ഥിതി അനുസരിച്ച് മുഴുവൻ സീറ്റും BJP ജയിക്കാൻ പോവുകയാണ്. അവിടെ വോട്ട് ഷെയർ ആകട്ടെ കഴിഞ്ഞതിനേക്കാൾ കൂടി എന്ന് പറയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരുപാട് വർദ്ധിച്ചു. ഒരുപാട് വർധനവുണ്ട്. 33% ഇന്ത്യ സഖ്യം ഒതുങ്ങുന്ന സാഹചര്യം, വല്ലാതെ താഴുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. കിരൺ, വലിയ അത്ഭുതം പെടേണ്ട കാര്യമില്ല അല്ലേ? ഇതിങ്ങനെ ഈ റിസൾട്ട് പ്രതീക്ഷിക്കാം രാജസ്ഥാനിൽ നിന്ന്. രഞ്ജിത്ത്, മഞ്ജുഷ്, രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം 2019 2014 ഒരേ റിസൾട്ട് തന്നെയായിരുന്നു. 2 തവണയും 25 സീറ്റുകളിലും വിജയിച്ചത് BJP തന്നെയാണ്. കഴിഞ്ഞ തവണ 24 സീറ്റുകൾ BJP-യും 1 സീറ്റ് RLP-യും ആണ് വിജയിച്ചത്. BJP-യുടെ സഖ്യകക്ഷി RLP ആണ് വിജയിച്ചത്. അതാണ് ഈ അതേഴ്സ് എന്ന് കിടക്കുന്നത്. ഇതാണ് രാജസ്ഥാൻ 2019 ചിത്രം. 2014 ചിത്രം വ്യത്യസ്തമായിരുന്നു. 2014 ചിത്രത്തിൽ 25 സീറ്റുകളിലും വിജയിച്ചത് BJP തന്നെയാണ്. ഒരു കാര്യം ആലോചിക്കണം, കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ 24 സീറ്റ് BJP നേടുമ്പോൾ അവിടെ കോൺഗ്രസിന്റെ ഭരണം, അശോക് ഗെഹ്ലോട്ട് നേതൃത്വത്തിലുള്ള ഭരണം നിൽക്കുന്ന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത് 2014 അങ്ങനെയല്ല. അവിടെ വസുന്ധര രാജ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ BJP മന്ത്രിസഭ ഇരിക്കുമ്പോഴുള്ള തെരഞ്ഞെടുപ്പിലാണ്. അവിടെയാണ് 25 നേടുന്നത്. അതിനുശേഷം കോൺഗ്രസ് മന്ത്രിസഭ ഇരിക്കുമ്പോഴും അതേ 25 തന്നെ നിലനിർത്തുന്നു. 2009 ചിത്രം കൂടി നോക്കാം. 2009 പക്ഷേ ചിത്രം അങ്ങനെയായിരുന്നില്ല. 2009 കോൺഗ്രസിനായിരുന്നു 20 സീറ്റ് ഉണ്ടായിരുന്നു. അന്ന് ഈ പറയുന്നത് പോലെ അന്ന് ഗെഹ്ലോട്ടായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. കോൺഗ്രസിന്റെ ഭരണമാണ്. കോൺഗ്രസിന്റെ ഭരണത്തിന് തൊട്ട് പിന്നാലെ നടന്ന 2008 നടന്ന തെരഞ്ഞെടുപ്പിൽ 2008 നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഗെഹ്ലോട്ട് അധികാരത്തിൽ വരുന്നത്. അത് 2009 മെയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് 20 സീറ്റ് നേടുന്നു. അപ്പോൾ BJP-ക്ക് 4 സീറ്റുകൾ നേടി. മറ്റുള്ളവർ RLD ആണെന്ന് തോന്നുന്നു. 1 സീറ്റ് കൂടി ഒരു സീറ്റ് കൂടി അവർ നേടിയിരിക്കുന്നു. ഇതായിരുന്നു അവിടുത്തെ ഒരു ചിത്രം. രാജസ്ഥാനെ സംബന്ധിച്ച് നമ്മൾ മുമ്പ് തെലങ്കാന പറഞ്ഞതുപോലെയല്ല. രാജസ്ഥാനെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ചിത്രങ്ങൾ വ്യത്യസ്തമായിരുന്ന ചരിത്രം നേരത്തെ തന്നെയുണ്ട്. ആ തരത്തിലേക്കൊക്കെ ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരം വന്നപ്പോൾ സ്വാഭാവികമായും അവിടെ മുന്നിൽ നിന്ന് നയിച്ചത് മോദിയും അമിത്ഷായും തന്നെയാണ്. മോദിയെ മുൻനിർത്തിയാണ് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം നേരിട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു വലിയ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP-ക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി ഇതിലുണ്ട്. ഇപ്പോൾ ഈ BJP-യും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനങ്ങളിൽ BJP-ക്ക് ഏകപക്ഷീയമായ വിജയം കൈവരികയാണ് കോൺഗ്രസിന് മേൽ. ഇത് ഇന്ത്യ മുന്നണിയിൽ ഈ കോൺഗ്രസിനോടുള്ള ഒരു കോൺഗ്രസിനെ കൊണ്ട് കഴിയില്ല BJP-യെ നേരിടാൻ എന്നുള്ള ഇമേജ് ഇപ്പോൾ പഞ്ചാബിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഈ BJP-യെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഈ നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നം വരികയാണ്. പഞ്ചാബിലാണെങ്കിൽ ആം ആദ്മി പാർട്ടി കൂടിയുണ്ട് മുന്നണിയിൽ അല്ലെങ്കിൽ പോലും. പഞ്ചാബിനെ സംബന്ധിച്ച് സ്വാഭാവികമായും വരുന്നത് അവിടെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ പാർട്ടി, നിലവിലെ ഒന്നാമത്തെ പാർട്ടി ആം ആദ്മി പാർട്ടിയാണ്. രണ്ടാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ആം ആദ്മി പാർട്ടി BJP അവിടെ ഭരണത്തിലുള്ളപ്പോഴും BJP SAD സഖ്യമാണ്, ശിരോമണി അകാലിദൾ സഖ്യമാണ്. ശിരോമണി അകാലിദളിനായിരുന്നു ആ കാലത്തെല്ലാം തന്നെ ശക്തമായ ആഭിമുഖ്യ പ്രാധാന്യം ഉണ്ടായിരുന്നു. ശിരോമണി അകാലിദളിന്റെ സഖ്യകക്ഷിയായിരുന്നു പഞ്ചാബിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ BJP എന്ന് പറയുന്നത്. BJP-ക്ക് അവിടെ അങ്ങനെ നേരിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഭരണം പിടിക്കാൻ തക്ക ശേഷിയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങൾ, എത്രയോ വർഷങ്ങളായി ഈ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ ഏറുന്നതിന് മുമ്പ് തന്നെ ഭൈരോൺ സിംഗ് ഷെഖാവത്ത് എന്ന് പറയുന്ന രാജസ്ഥാനിലെയും ജനസംഘത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അവിടുത്തെ പ്രത്യേകിച്ച് ആ ജനസ്വാധീനമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഈ അദ്വാനി വാജ്പേയി ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ജനസ്വാധീനം ഉണ്ടാക്കിയ
ഉണ്ടാക്കിയ നേതാവാണ് അദ്ദേഹം. രാജസ്ഥാൻ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന ആൾ. അന്നു മുതൽ തന്നെ BJPക്ക് വലിയ സ്വാധീനമുള്ളതാണ്. വിജയരാജ് സിന്ധ്യയെ പോലെ അവിടെ രാജകുടുംബത്തിൽ നിന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ BJPയിലേക്ക് വരുന്നു. ആ മട്ടിലൊക്കെ തന്നെ വലിയ പ്രാധാന്യവും അല്ലെങ്കിൽ വലിയ തോതിലുള്ള വോട്ടിംഗ് ഷെയർ ഒക്കെ ഉണ്ടായിരുന്ന സംസ്ഥാനമാണ്. അവിടെ BJPക്ക് പരമ്പരാഗതമായി തന്നെ വലിയ ശേഷിയുണ്ട്. കോൺഗ്രസ് നിയമസഭയിലേക്ക് ജയിക്കുമ്പോൾ പോലും BJPക്ക് ലോക്സഭയിൽ ജയിക്കാനുള്ള സ്വാധീനം 2014 മുതൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. 2014 വരെ അങ്ങനെ ആയിരുന്നില്ല അവസ്ഥ. 2014 മുമ്പ് കോൺഗ്രസിന് ലോക്സഭയിൽ കോൺഗ്രസിന് വ്യക്തമായ ആധിപത്യം ഉണ്ടായിരുന്നു. BJPയും കോൺഗ്രസും മാറി മാറി ഭരിക്കുന്ന കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ തുടക്കത്തിൽ ലോക്സഭയിലേക്ക് കോൺഗ്രസിന് ആധിപത്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് BJPക്കായി മാറി. BJPയുടെ ആധിപത്യം വന്ന ശേഷം BJP പിന്നീട് 2 തെരഞ്ഞെടുപ്പിലും ആ ആധിപത്യത്തിൽ ഒരു ചെറിയ ഇടിവെങ്കിലും വരുത്താൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു കുറച്ച് വോട്ടെങ്കിലും മാറ്റി 1, 2, 3 സീറ്റെങ്കിലും നേടുക, ആ തരത്തിലേക്ക് പോലും കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ ഒരു അത്ഭുതവും കൗതുകവും ഒക്കെ ഉണർത്തുന്ന യാഥാർത്ഥ്യം കൂടിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അതിൽ ഏറ്റവും കൗതുകം ഉയർത്തുന്നത്. 100 സീറ്റ് നേടി ജയിക്കുമ്പോഴും അവർക്ക് അവിടെ ലോക്സഭ പിടിക്കാൻ കഴിയുന്നില്ല. അല്ല, രാജസ്ഥാനിൽ കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലയായതുകൊണ്ട് മറ്റു പാർട്ടികൾ, ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾ വളരെ ചെറിയ തോതിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ BSP അവിടെയുണ്ട്, ഇല്ലേ? അങ്ങനെ ചെറിയ ചെറിയ പാർട്ടികൾ സ്വാധീനമുണ്ട്. അവിടെ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ CPM-ന് ഒരു സീറ്റ് നൽകുവാൻ അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുവാൻ കോൺഗ്രസ് തയ്യാറായില്ല. അവിടെ നിസ്സാര ഭൂരിപക്ഷത്തിന് BJP ജയിച്ചു. ഈ കോൺഗ്രസ് കേട്ട ഒരുപാട് ആരോപണങ്ങൾ ഒന്നാണ്, കാരണം അവരുടെ അപ്രമാദിത്വമുള്ള സംസ്ഥാനങ്ങളിൽ മറ്റ് കക്ഷികളെ പരിഗണിക്കുന്നില്ല എന്നുള്ളത്. അതൊരു പക്ഷേ പരിഹരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി വ്യത്യാസം വന്നേനെ, അല്ലേ കിരൺ? ഈ ഇന്ത്യ സഖ്യം പൂർണ്ണതോതിൽ അവിടെ മറ്റുമുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ അവിടെ ഏത് രീതിയിലാണ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് എന്നൊന്നും പറയുന്നില്ല, അല്ലെ? അവിടെ ഒരു സീറ്റ് വിഭജനത്തിന്റെ ഇതൊന്നും വന്നിട്ടില്ല ഇതുവരെ. കോൺഗ്രസ് തന്നെ എല്ലാ സീറ്റുകളിലും മത്സരിക്കുന്ന ഒരു സ്ഥിതിയല്ലേ രാജസ്ഥാൻ? ഈ രാജസ്ഥാനെ സംബന്ധിച്ച് പ്രധാനമായി BJP അവിടെ കാലാകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന തന്ത്രം കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിൽ പ്രാദേശിക പാർട്ടികൾക്ക് എല്ലാവിധ പിന്തുണയും നൽകി ആ പ്രാദേശിക പാർട്ടികൾക്ക് ശക്തി നൽകുക, അതുവഴി കോൺഗ്രസിൽ നിന്ന് പ്രാദേശിക പാർട്ടികൾ കൂടി ചേർന്ന് ഒരു ത്രികോണ മത്സരത്തിലേക്കൊക്കെ കൊണ്ടുപോവുക, അതിനുശേഷം അടുത്ത തവണ BJPയിലേക്ക് പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഭാരതീയ ആദിവാസി പാർട്ടി ആണെങ്കിൽ പോലും 3 സീറ്റിലാണ് വിജയിച്ചത്. പ്രത്യേകിച്ച് ഈ അവിടുത്തെ ആദിവാസി വിഭാഗത്തിനൊക്കെ വലിയ പിന്തുണ നേരത്തെ കോൺഗ്രസിനുണ്ടായിരുന്നു. കുറേ സ്ഥലത്ത് ആദിവാസി വിഭാഗത്തിനൊക്കെ പിന്തുണ BJPക്കുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ കോൺഗ്രസിനായിരുന്നു. കോൺഗ്രസിന് പിന്തുണയുള്ള പ്രധാനപ്പെട്ട ഈ ട്രൈബൽ മേഖലകളിലെല്ലാമാണ് ഭാരതീയ ആദിവാസി പാർട്ടി. ഗുജറാത്തിൽ നിന്ന് തന്നെ രൂപം കൊടുത്ത ഒരു പാർട്ടി കൂടിയാണ്. ആ പാർട്ടി അവിടെ രൂപീകരിക്കുന്നു. അവർ പ്രധാനമായും കോൺഗ്രസിന്റെയും BJPയുടെയും ഇടയിൽ മത്സരിക്കുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ 3 സീറ്റ്, ഈ വലിയ മത്സരത്തിനിടയിലും 3 സീറ്റിൽ അവർ വിജയിച്ചു എന്ന് ആലോചിക്കണം. 3 സീറ്റിൽ അവർ വിജയിച്ചുവെങ്കിൽ 10 15 സീറ്റിലെങ്കിലും കോൺഗ്രസിന്റെ വിജയത്തിനെ തട്ടിത്തെറിപ്പിക്കുവാൻ ഇത്തരം പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടിക്കും അവർക്കും 1 സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. BSPക്ക് 2 സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. BSPയുടെ സ്വാധീനം രാഷ്ട്രീയ ഈ ദളിത് വോട്ടുകൾ തന്നെ അവിടെ 3 ആയിട്ട് വിഭജിച്ചു പോകുന്ന 3 പ്രധാന പാർട്ടികൾ മത്സരിക്കുന്നുണ്ട്. ആ തരത്തിലെല്ലാം വോട്ട് ബാങ്കിനെ ഡിവൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് വോട്ടിനെ മാറ്റിക്കൊണ്ടുകൂടിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരം പാർട്ടികൾക്കൊന്നും ലോക്സഭയിൽ ഒരു വിജയിക്കാൻ കഴിയുന്ന ഒരു ശക്തിയിലേക്ക് വരിക കഴിയില്ല. വോട്ട് പിളർത്താൻ കഴിയും. സ്വാഭാവികമായും ഇത് കോൺഗ്രസിന്റെ വോട്ടിലാണ് ഈ പിളർപ്പ് ഉണ്ടാവുന്നത്. കോൺഗ്രസിന്റെ ഇത്തരം വോട്ടുകൾ, കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചെറുകിട പാർട്ടികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ആ പാർട്ടികളെ വളർത്തി ആ വോട്ട് പിളർത്തുക, അതിനുശേഷം വലിയ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ, ലോക്സഭാ മത്സരത്തിലേക്ക് വരുമ്പോൾ ആ പാർട്ടികളുടെ വോട്ട് കൂടി അവർ കോൺഗ്രസിനെതിരെയാണ് പ്രധാനമായും മത്സരിക്കുന്നത്. സ്വാഭാവികമായും ഏത് പാർട്ടിക്കെതിരെയാണോ മത്സരിക്കുന്നത് അതിനെ ബദൽ നിൽക്കുന്ന പാർട്ടിക്ക് അനുകൂലമായ നിലപാടാവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുക. അവർ സ്വാഭാവികമായും BJPക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് ലോക്സഭയിലേക്ക് വരും. അതുകൂടി പ്രതിഫലിക്കുന്നതാവണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും 25-ൽ 25 BJP നിലനിർത്തുന്നുണ്ടെങ്കിൽ അത്തരം വോട്ട് ഷെയർ കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിന് വോട്ട് ഷെയർ കുറഞ്ഞില്ല എന്ന് മാത്രമല്ല 0.5% വോട്ട് ഷെയർ കൂടി BJPയുമായിട്ട് ചെറിയ വ്യത്യാസം മാത്രമേ ലോക്സഭയിലേക്ക് വരുമ്പോൾ അത് ഒരുപാട് വോട്ട് ഷെയർ നോക്കുമ്പോൾ തന്നെ അറിയാം. കഴിഞ്ഞ തവണ 34% കോൺഗ്രസിന്റെ വോട്ട് ഷെയർ, BJPയുടേത് 58%. നിയമസഭയിലേക്ക് വരുമ്പോൾ മഞ്ജുഷ, നിയമസഭയിലേക്ക് വരുമ്പോൾ അത് 41.69 BJPക്കും 31.55 കോൺഗ്രസും 2% വോട്ടിന്റെ വ്യത്യാസമാണുള്ളത്. കഴിഞ്ഞ തവണ 100 സീറ്റ് നേടി കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ് ഇതിനേക്കാൾ 0.5% വോട്ട് കുറവായിരുന്നു. പക്ഷേ BJPയെ സംബന്ധിച്ച് BJP ഈ വോട്ട് ഷെയർ വല്ലാതെ കൂട്ടി. ഇപ്പോൾ ഈ വോട്ട് ഷെയർ നിലനിർത്തിയെങ്കിലും ഭരണം നിലനിർത്താൻ നമുക്ക് ഇതുവരെ കൗതുകകരമായ കണക്ക് ഈ വോട്ട് ഷെയറുമായി സീറ്റിന് എണ്ണത്തിന് ഒരു താരതമ്യം. പക്ഷേ രാജസ്ഥാനിലൊക്കെ ഈ പറഞ്ഞ പോലെ BJPയുടെ വോട്ട് ചിതറിപ്പോകാനായിട്ടില്ല. പക്ഷേ കോൺഗ്രസിന് അങ്ങനെയല്ല സംഭവിക്കുന്നു. ആ ഒരു പ്രശ്നം അവിടെയുണ്ട്. ഈ നേരിട്ട് ഏറ്റുമുട്ടി ഇവിടെ
ഇവിടെയും രാജസ്ഥാനിലും മാറ്റമുണ്ടാകില്ല എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ടും ഏത് രീതിയിൽ ഇതിനെ മറികടക്കുവാനായിട്ട് കോൺഗ്രസിന് കഴിയും എന്ന കാര്യത്തിലും സംശയമാണ്. രാജസ്ഥാനിലെ സാഹചര്യം അതാണ്. രാജസ്ഥാനിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ സഖ്യത്തിന് വലിയ നേട്ടമേ ഉണ്ടാകുന്നില്ല. BJP സഖ്യം തന്നെയാണ്, BJP NDA സഖ്യം തന്നെ അവിടെ വലിയ നേട്ടം. സീറ്റ് വെച്ച് നോക്കുമ്പോൾ 326 ഒപ്പീനിയൻ പോളിന്റെ ഫലങ്ങൾ വന്നപ്പോൾ തന്നെ 244 എന്ന സംഖ്യയിലേക്ക് എത്തുവാനായിട്ട് NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. 273 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അതിൽ 244 സീറ്റുകൾ തന്നെ ആയി കഴിഞ്ഞു. ഇനിയും 13 സംസ്ഥാനങ്ങളുടെ റിസൾട്ട് 4 സംസ്ഥാനങ്ങൾ 13 സംസ്ഥാനങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ തന്നെ 244 സീറ്റുകളിലേക്ക് NDA സഖ്യത്തിന്റെ സീറ്റ് എണ്ണം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. സർവേ ഫലം അനുസരിച്ച് 244 ഇടത്തിനകം തന്നെ NDA സഖ്യം മുന്നേറുന്നു എന്ന വളരെ മറ്റൊരു ഹിന്ദി ഹൃദയഭൂവിൽ കൂടി രാജസ്ഥാനിൽ കൂടി മുഴുവൻ സീറ്റുകളിലും ജയിക്കുവാനുള്ള സാധ്യതയാണ് BJPക്ക് ഇത്തവണയും ഉള്ളത് എന്നാണ് ഒപ്പീനിയൻ പോൾ വ്യക്തമാക്കുന്നത്. അടുത്തതും മറ്റൊരു BJP ആധിപത്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തേക്കാണ്, ഹിന്ദി ബെൽറ്റിലേക്ക് തന്നെയാണ് ഉത്തരാഖണ്ഡിൽ 5 സീറ്റുകളിൽ കഴിഞ്ഞ 5 സീറ്റുകളും നേടിയാണ് NDA സഖ്യം അവിടെ ആധിപത്യം സ്ഥാപിച്ചത്. മൃഗീയ ഭൂരിപക്ഷമാണ് മിക്ക മണ്ഡലങ്ങളിലും BJP കഴിഞ്ഞ നേടിയത്. 5 സീറ്റുകളും ഉത്തരാഖണ്ഡിൽ BJP നേടിയിരുന്നു. ഇത്തവണത്തെ സർവേ ഫലം ഉത്തരാഖണ്ഡിലേക്ക് വന്നാൽ 5 സീറ്റുകളും ഇത്തവണയും 2019 ആവർത്തിക്കുന്നു. 5 സീറ്റുകളും BJP NDA സഖ്യം നേടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 സീറ്റുകളും ഉത്തരാഖണ്ഡിൽ BJP നേടുന്നു. അവിടെ ഉത്തരാഖണ്ഡിലെ വോട്ട് ഷെയർ അനുസരിച്ച് 62% വോട്ടുകളും NDA സഖ്യത്തിനാണ് ഉത്തരാഖണ്ഡിൽ ലഭ്യമാകുന്നത്. 30% മാത്രം ഒതുങ്ങുകയാണ് ഇന്ത്യ സഖ്യം എന്ന കൗതുകകരമായ ഒരു കാര്യം കൂടിയുണ്ട്. അതേഴ്സ് 8% വോട്ട് ഷെയർ വാങ്ങുന്നുണ്ട്. 62% വോട്ട് ഷെയർ വാങ്ങി 5 സീറ്റുകൾ നേടിയാണ് ഉത്തരാഖണ്ഡിൽ BJP NDA സഖ്യം മുന്നേറുന്നത്. അതായത് 2019 എങ്ങനെയാണോ, ഏത് രീതിയിലാണോ NDA സഖ്യം, അതായത് BJP ഒറ്റയ്ക്കാണല്ലോ, BJP ഒറ്റയ്ക്ക് ഉത്തരാഖണ്ഡിൽ നേട്ടമുണ്ടാക്കുന്നത്, അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് 2024 സംഭവിക്കുന്നത്. ഒരു മാറ്റവും ഉത്തരാഖണ്ഡിൽ ഉണ്ടാകുന്നില്ല എന്നാണ്. കിരൺ, ഇത് ഉത്തരാഖണ്ഡിൽ പ്രതീക്ഷിക്കാവുന്ന ഒന്ന് തന്നെയാണല്ലോ ഇത്, അല്ലെ? ഇപ്പോൾ അയോധ്യയൊക്കെ ഉത്തരാഖണ്ഡിൽ പ്രകടമായി തന്നെ പ്രതിഫലിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ അലയടിക്കുന്ന അയോധ്യ ഒരുപക്ഷെ ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുക ഉത്തർപ്രദേശിനേക്കാളും ഉത്തരാഖണ്ഡിലാവും. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഈ ഹിന്ദു ആരാധനാലയങ്ങളെല്ലാം തന്നെ ഇത്തരം കേന്ദ്രങ്ങളെല്ലാമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഉത്തരാഖണ്ഡ്. അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു തീർത്ഥാടനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ BJPക്ക് ഈ ആധിപത്യമുണ്ട്. പണ്ട് UPയുടെ ഭാഗമായിരുന്നു. അങ്ങനെ 85 സീറ്റ് ഉണ്ടായിരുന്ന UPയുടെ ഭാഗത്ത് നിന്നാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനം വേർപെടുന്നത്. പക്ഷേ ആദ്യകാലത്തൊക്കെ കോൺഗ്രസിനുണ്ടായിരുന്ന സ്വാധീനം കഴിഞ്ഞ കുറേ കാലമായി തന്നെ കോൺഗ്രസിന് ആ സ്വാധീനം നേടാൻ നിയമസഭയിലോ ലോക്സഭയിലും രണ്ടിടത്തും അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടാക്കാനൊന്നും കഴിയുന്നില്ല. നേരത്തെ രാജസ്ഥാൻ പറഞ്ഞ പോലെയല്ല, രാജസ്ഥാനിൽ മാറി മാറി ഒരു ഭരണത്തിലേക്ക് എത്താൻ കോൺഗ്രസിന് കഴിയുന്നുണ്ട്. പക്ഷേ ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഭരണത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഉത്തരാഖണ്ഡിൽ അങ്ങനെ ഒരു കനത്ത വെല്ലുവിളിയൊന്നും BJPക്ക് ഉയർത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നതുകൂടിയുണ്ട്. കഴിഞ്ഞ തവണയും അവിടെ 5 സീറ്റും നേടിയത് തന്നെയാണ് BJP വിജയിച്ചത്. ഇത്തവണയും അങ്ങനെ ഒരു ഫലപ്രവചനം തന്നെയാണ് വരുന്നത്. വോട്ടിംഗ് ശതമാനത്തിലടക്കം എനിക്ക് തോന്നുന്നു വോട്ടിംഗ് ശതമാനത്തിലും വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. 62% വോട്ടുകൾ BJPക്ക് ഉണ്ട്. വോട്ടിംഗ് ഷെയർ 62% NDA സഖ്യത്തിലുണ്ട്. അത് ആ കാര്യത്തിൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ പറഞ്ഞതുപോലെ അതിനകത്ത് ഏതെങ്കിലും നമുക്ക് ഒരു കോമൺ ലോജിക്കിനെ മറികടക്കുന്ന ഒരു വസ്തുത അതിനകത്തില്ല. കഴിഞ്ഞ തവണയും നിയമസഭയിലായാലും ലോക്സഭയിലായാലും എല്ലാം തന്നെ വ്യക്തമായ ആധിപത്യം BJPക്കുള്ള സംസ്ഥാനം തന്നെയാണ് ഉത്തരാഖണ്ഡ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ആ തരത്തിൽ BJPയുടെ പൂർണ്ണമായും ഒരു ആധിപത്യമുണ്ട്. കോൺഗ്രസ് അങ്ങനെ ഒരു വലിയ തരത്തിലുള്ള വെല്ലുവിളി നിയമസഭയിലോ അല്ലെങ്കിൽ ലോക്സഭയിലോ ഒന്നും ഉത്തരാഖണ്ഡിൽ ഉയർത്തുന്നില്ല എന്നതുകൂടിയുണ്ട്. അവിടെ ഒപ്പീനിയൻ പോളിന്റെ ഫലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏത് രീതിയിലാണോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിന്തിച്ചത് അതേ രീതിയിൽ തന്നെ BJPക്ക് സീറ്റുകൾ കിട്ടാൻ പോകുന്നു എന്നതാണ്. അതായത് കഴിഞ്ഞ തവണ ഒരു സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറഞ്ഞിരുന്നുവല്ലോ, അതേ നിലയിലേക്കാണ്. അതിൽ മാറ്റമുണ്ടാകുന്നത് ഉത്തർപ്രദേശിൽ കൂടുതൽ സീറ്റുകൾ ഉത്തർപ്രദേശിലേക്ക് വരുന്നു. തെലങ്കാന തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടുതൽ സീറ്റ്, തെക്കേ ഇന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ പറയുന്നു. അത് പക്ഷേ സാധ്യതകളിലേക്ക് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ. കാരണം ആ വോട്ട് ഷെയറും സീറ്റുകളുടെ എണ്ണവും തമ്മിൽ ഒരുപാട് അന്തരം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വോട്ട് ഷെയർ എങ്ങനെയാണ് ഇത്രയും സീറ്റുകളിലേക്ക് കൺവേർട്ട്
ഡൈവേർട്ട് ആവുന്നത് എന്ന രീതിയിൽ സംശയമുണ്ട്. പക്ഷേ വടക്കൻ സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. എങ്ങനെയാണോ 2019 വോട്ട് ഷെയറും സീറ്റുകളും തമ്മിലുള്ള ആ ഒരു അന്തരമില്ലായ്മ വന്നത്, അല്ലെ, ഇത്ര വോട്ട് ഷെയറിന് ഇത്ര സീറ്റുകൾ അവിടെ കിട്ടുന്നു, അതേപോലെ തന്നെയാണ് ഇത്തവണത്തെ ഈ ഹിന്ദി ഹൃദയ ഭൂമിയിലെ സംസ്ഥാനങ്ങളിലൊക്കെ അയോധ്യ കൂടി അലയടിക്കുമ്പോൾ ബിജെപിയുടെ സീറ്റെണ്ണം 2019 സമാനമായി തെരഞ്ഞെടുപ്പ് ഒരു വ്യത്യാസം 303 നിന്ന് കൂടണമെങ്കിൽ ഈ പറയുന്നത് പോലെ 370 പിന്നെ NDAയുടെ 400 കടക്കൽ, ഇതൊക്കെ വേണമെങ്കിൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് സീറ്റുകൾ വേണം BJPക്ക്. അത് പക്ഷേ ഇതിൽ ഈ സാധ്യതകൾ മാത്രം പറയുന്ന ഈ സർവേ ഫലം വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് 2019 സമാനമായ മുന്നേറ്റം നടത്തുവാൻ കഴിയും എന്നുള്ളത് ഈ സർവേയിൽ നിന്ന് ഏതാണ്ട് വ്യക്തമാണ്. ഈ ഉത്തരാഖണ്ഡ് കൂടി ചേർത്ത് 14 സംസ്ഥാനങ്ങളായപ്പോൾ 249 സീറ്റുകളാണ് NDA സഖ്യത്തിനുള്ളത് എന്നത് ശ്രദ്ധേയമാണ്. 331 ലോക്സഭാ മണ്ഡലങ്ങളിൽ 249 സീറ്റുകളും നേടി NDA സഖ്യം വലിയ കുതിപ്പിലാണ്. 70 സീറ്റുകളിൽ മാത്രം ഇന്ത്യ സഖ്യം ഒതുങ്ങുന്ന സാഹചര്യം കൂടി ചേർത്ത് വെക്കണം. ഈ അതേഴ്സ് 12 പേർ അവർ മാറി നിൽക്കുന്നു. അവർ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെയുള്ള പിന്തുണ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തേക്കാം. പക്ഷേ 70 സീറ്റുകളിൽ മാത്രമായി ഇത്രയും സീറ്റെണ്ണം വരുമ്പോൾ ഇന്ത്യ സഖ്യം ഒതുങ്ങുന്നു എന്നതും ശ്രദ്ധേയമാണ്. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒഡീഷയിൽ ഇപ്പോൾ BJDയുമായിട്ട് ധാരണയിലായി കഴിഞ്ഞിരിക്കുകയാണ്. 21 സീറ്റുകളുള്ള ഒഡീഷയിൽ BJDയും തമ്മിലുള്ള അലയൻസ് കൂടി ആവുന്നതോടുകൂടി മറ്റാർക്കും അവിടെ വലിയ പ്രതീക്ഷയില്ല. കാരണം കഴിഞ്ഞ തവണ 20 സീറ്റുകളും BJDക്ക് നൽകിയ ഒരു സംസ്ഥാനമാണ്. 43% വോട്ടുകളും BJDക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഒരു സീറ്റ് മാത്രമാണ്, 38% വോട്ടുകൾ ഉണ്ടായിട്ടും ഒരു സീറ്റ് മാത്രമാണ് NDA സഖ്യത്തിന് കഴിഞ്ഞ തവണ ഒഡീഷയിൽ ഉണ്ടായിരുന്നു. ഇത്തവണത്തെ ഫലപ്രവചനം ഇങ്ങനെയാണ്: 21-ൽ 13 സീറ്റുകൾ BJP നേടും എന്നുള്ള പ്രധാനപ്പെട്ട ഫലപ്രവചനം അവിടെ വരുന്നു. 21-ൽ 13 സീറ്റുകൾ NDAക്ക്, 8 സീറ്റുകൾ BJDക്ക് എന്നുള്ളതാണ്. 13-8 എന്ന നിലയിലാണ്. ഈ 13-8 ചേരുമ്പോൾ 21 NDA സഖ്യത്തിലാണ്. കഴിഞ്ഞ തവണ എത്രയാണ് BJPക്ക് കിട്ടിയത്? അവിടെ കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രം 8 സീറ്റുകൾ. കഴിഞ്ഞ തവണ 8 സീറ്റുകൾ BJPക്കും BJDക്ക് 12 സീറ്റുകളും കോൺഗ്രസിന് ഒരു സീറ്റുമായിരുന്നു കഴിഞ്ഞ തവണ ലഭിച്ചിരുന്നത്. ഇത്തവണ കഴിഞ്ഞ തവണ പക്ഷേ സഖ്യം എന്ന് പറയാൻ പറ്റില്ല. സഖ്യത്തിലല്ല മത്സരിച്ചപ്പോഴാണ് 12-ഉം 8-ഉം. പക്ഷേ BJDയുടെ പിന്തുണ അതിനുശേഷം NDAക്കായിരുന്നു, BJPക്കായിരുന്നു പുറത്തുനിന്നുള്ള പിന്തുണയായിരുന്നു. കേന്ദ്രത്തിൽ പലപ്പോഴും ബിജു ജനതാദളിന്റെ നവീൻ പട്നായിക് എല്ലാ കാലത്തും പിന്തുണ നൽകുന്നത് പുറത്തു നിന്നുള്ള പിന്തുണയും കേന്ദ്ര സർക്കാരിന് ഒപ്പം നിൽക്കുക എന്നുള്ള ഒരു നയമാണ്. എങ്ങനെയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ആ നയം തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ BJD തന്നെ വിജയിക്കാൻ വേണ്ടിയും അല്ല മറ്റേതെങ്കിലും കക്ഷികളെ ഒന്നും കൂട്ടിയോജിപ്പിക്കാൻ പലപ്പോഴും തയ്യാറാവാറില്ല. ഇപ്പോഴും വലിയ തർക്കങ്ങളൊക്കെ BJPയും BJDയും തമ്മിലുണ്ടായിരുന്നു. പക്ഷേ BJDയുടെ തുടർച്ചയായിട്ടുള്ള എത്രയോ വർഷമായി തുടർച്ചയായിട്ടുള്ള ഭരണം ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായും ഒഡീഷയിലുണ്ട്. BJPക്കും BJDക്കും ഫലപ്രദമായി അവിടെ കോൺഗ്രസിലേക്ക് കടന്നു വരരുത് എന്നൊരു ആഗ്രഹം, അല്ലെങ്കിൽ കോൺഗ്രസിന് അങ്ങനെ ഒരു വളർച്ച ഉണ്ടായാൽ സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇപ്പോഴും BJDക്ക് അതൊരു വെല്ലുവിളിയായി തന്നെ നിൽക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം BJDക്ക് 112 സീറ്റുകളാണ് ലഭിച്ചത്. BJPക്ക് 23 സീറ്റുകളും കോൺഗ്രസിന് 9 സീറ്റുകളും CPMന് 1 സീറ്റുമായിരുന്നു അവിടെ ലഭ്യമായിരുന്നത്. BJDക്ക് ആ ഒരു ആധിപത്യം എപ്പോഴും ഒഡീഷയിലുണ്ട്. പ്രത്യേകിച്ച് നവീൻ പട്നായിക് എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ആ തരത്തിലേക്കുള്ള ഒരു സ്വാധീനവും പ്രതിച്ഛായവും ഒക്കെ എപ്പോഴും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കുറെ കൂടി പിക്ചർ മാറാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നു. ഇത്തവണ എന്തായാലും അങ്ങനെ ഒരു BJPയെ കൂടി എതിർത്തുകൊണ്ട് ജയിക്കാൻ കഴിയും എന്നൊരു സാഹചര്യം ചിലപ്പോൾ അവിടെ ഇല്ല എന്ന് BJD വിലയിരുത്തിയിട്ടുണ്ടാവണം. കോൺഗ്രസ് ശക്തമായി തന്നെ അവിടെ ഇത്തവണയും രംഗത്തുണ്ട്. കോൺഗ്രസും BJPയിലേക്കും BJDയിലേക്കും വോട്ട് ഭിന്നിച്ചാൽ ചിലപ്പോൾ അത് കോൺഗ്രസിന് കൂടി ഗുണപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാവണം. എന്തായാലും BJPയും BJDയുമായി സഖ്യത്തിലെത്തിയിരിക്കുന്നു. BJD സഖ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പക്ഷേ ഈ ഇത് നടക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഒരു യാഥാർത്ഥ്യം കൂടി. കഴിഞ്ഞ ദിവസമാണല്ലോ അങ്ങനെ ഒരു സഖ്യം യാഥാർത്ഥ്യത്തിലേക്ക് NDA സഖ്യത്തിൽ ഈ സീറ്റ് എണ്ണം കൂടി വന്നേനെ. NDA 13 എന്ന് കാണിക്കുന്നത് BJP കഴിഞ്ഞ തവണത്തെ 8-ൽ നിന്ന് BJP 13 വളരുമെന്നാണ്. അതിന് കിരൺ സാധ്യത കാണുന്നുണ്ടോ ഈ ഒരു സർവേ പറയുന്നത് പോലെ? ഈ സർവേ ഫലം കണ്ടു കഴിഞ്ഞാൽ ഇത് വോട്ട് ഷെയർ കൂടി എന്ന് പറഞ്ഞുതരാം. 43% വോട്ടുകളാണ് ഒഡീഷയിൽ BJP നേടുന്നത്. 42% വോട്ടുകൾ നേടുന്നത് അവിടെ BJD ആണ്. അത് ഞാൻ പറയട്ടെ, ഇതിപ്പോ ആ സഖ്യത്തിലാകുന്നതിന് മുൻപുള്ള കണക്കാണ്. സഖ്യത്തിലായി കഴിയുമ്പോൾ അത് NDAയുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. മൊത്തം ഈ സ്വാഭാവികമായും മഞ്ജുഷ ഈ സഖ്യത്തിന് മുമ്പുള്ള ഒരു കണക്കാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ
അവിടെ ഇനി ബി ജെ പി സഖ്യം ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർക്ക് ഒരു സീറ്റ് ലഭിക്കാനുള്ള സാധ്യത കുറവ് തന്നെയാണ്. ഇതിൽ പ്രധാനപ്പെട്ട പാർട്ടി ഒഡീഷയിലെ ഒന്നാമത്തെ പാർട്ടി BJD തന്നെയാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും ഒന്നാമത്തെ പാർട്ടിയാണ്. നേട്ടമുണ്ടാകാൻ പോകുന്ന BJP ഇത്രയും സീറ്റുകളിൽ BJP മത്സരിക്കുമെന്നുകൂടി കണ്ടറിയണം. കാരണം സഖ്യമുണ്ടായതിനു ശേഷം ഈ സീറ്റ് വിഭജന കാര്യത്തിലൊക്കെ ഇനിയും ചർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട് അല്ലേ? എന്തായാലും ഈ രണ്ട് പാർട്ടികൾ കൂടി ചേർന്നാൽ പിന്നീട് അവിടെ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ എത്ര അത്ഭുതം സംഭവിച്ചാലും കോൺഗ്രസിന് എവിടെയെങ്കിലും വിജയിക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ തന്നെ കഴിയില്ല. ഈ രണ്ട് പാർട്ടികൾ, അവിടുത്തെ ഒന്നാമത്തെ പാർട്ടിയും രണ്ടാമത്തെ പാർട്ടിയും യോജിക്കുന്നു. മൂന്നാമത്തെ പാർട്ടിയായി നിൽക്കുന്ന കോൺഗ്രസ് ആണ് മറുഭാഗത്ത് നിൽക്കുന്നത്. അങ്ങനെ കോൺഗ്രസിനൊപ്പം ഈ CPM ഒക്കെയാണ് വളരെ ചെറിയ സീറ്റുകൾ മാത്രം, ചെറിയ സ്വാധീനം മാത്രമുള്ള ചെറുകിട പാർട്ടികൾ മാത്രമാണ് ഒപ്പം ഉള്ളത്. അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി ഉയർത്താൻ കഴിയില്ല. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നുവെങ്കിൽ വോട്ട് ഷെയർ മൂന്നായി വിഭജിക്കപ്പെടുന്നു. BJD ഒരു ഭാഗത്ത് നിൽക്കുന്നു, BJP ഒരു ഭാഗത്ത് നിൽക്കുന്നു, കോൺഗ്രസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നെങ്കിൽ സ്വാഭാവികമായും പക്ഷേ അവിടെ കിരൺ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ BJPയും BJDയും തമ്മിൽ ഒരു അലയൻസിലേക്ക് പോകുമെന്നുള്ള വാക്കുകൾ മാത്രമല്ലേ അവിടെ ഉള്ളൂ. ഇതൊരു യാഥാർത്ഥ്യമായിട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും സംശയം ബാക്കിയുണ്ട്. കാരണം അവിടെ BJDയുടെ പല നേതാക്കളും പറയുന്നത് ഇല്ല, ഞങ്ങൾ അങ്ങനെ ഒരു അലയൻസിന്റെ രീതിയിലേക്ക് വരില്ല എന്നാണ്. കാരണം BJDക്ക് അറിയാമല്ലോ ഇത് BJPയെ കൂടി ഒന്നിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു സഖ്യമായി വരുമ്പോൾ തങ്ങളുടെ പാർട്ടിക്കായിരിക്കും ദോഷമുണ്ടാകാൻ പോകുന്നത് എന്ന്. മറ്റൊരു കാര്യം, ഈ 21 സീറ്റുകളാണ് ആകെ അവിടെ ഉള്ളത്. അതിൽ ഈ NDAക്ക് നമ്മൾ നൽകിയിരിക്കുന്നത് 13 സീറ്റുകൾ ജയിച്ചു എന്നുള്ളതാണ്. സഖ്യമുണ്ടായാൽ 13 സീറ്റ് ഒരുപക്ഷെ BJPക്ക് ആ സഖ്യത്തിൽ ലഭ്യമാകണമെന്നില്ല കിരൺ. അത് പ്രധാനമാണ്. പ്രത്യേകിച്ച് എന്തായാലും അവിടെ BJP സഖ്യം, ഈ സഖ്യം ഇനി യാഥാർത്ഥ്യമാവുന്നു എന്ന് കരുതുക. സഖ്യം യാഥാർത്ഥ്യമായി എന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ സീറ്റ് ഷെയർ വന്നാലും ആ രണ്ട് പാർട്ടികളെ എന്തായാലും നിലവിലെ ഒഡീഷയിലെ രാഷ്ട്രീയത്തിൽ ചെറിയ അത്ഭുതമൊന്നും സംഭവിച്ചുകൊണ്ട് മാത്രം കോൺഗ്രസിന് തോൽപ്പിക്കാൻ കഴിയില്ല. ഈ സഖ്യം തന്നെയാവും പൂർണ്ണമായും വിജയിക്കുക. പക്ഷേ BJD സഖ്യത്തിന് പിന്നിൽ ഒട്ടേറെ പ്രതിസന്ധികളുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഒരു സഖ്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് പ്രതിപക്ഷത്ത് നിന്ന് വളരാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി വരുന്നു. മുഖ്യ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് കോൺഗ്രസ് കൂടുതൽ ശക്തി ആർജിക്കുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, പ്രധാനമായും നവീൻ പട്നായിക്കിനെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്യാവശ്യം എണ്ണം തയ്ക്കുന്നതിനപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സ്ഥലത്തും BJD വിജയിച്ചിട്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കേന്ദ്രഭരണത്തിൽ അങ്ങനെ ഒരു വലിയ സ്വാധീനത്തിലേക്കൊന്നും എത്താൻ കഴിയില്ലെന്നും ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ അദ്ദേഹത്തിന് നന്നായി പൊളിറ്റിക്സ് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആൾ തന്നെയാണ്. അതുകൊണ്ടാണ് തുടർച്ചയായി അവിടെ മറ്റൊരു പാർട്ടികൾക്കും എതിർക്കാൻ കഴിയാതെ ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും ഭരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹമാണ് ഇപ്പോൾ തുടർച്ചയായി ഒരു സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി. ആദ്യമൊക്കെ നമ്മൾ ആലോചിക്കണം, അദ്ദേഹം ഒഡീഷയിലെ മുഖ്യമന്ത്രിയായി ആദ്യ തവണ വരുമ്പോൾ ഒഡിയ ഭാഷ പോലും അദ്ദേഹത്തിന് നേരെ വിദ്യാഭ്യാസം നേടിയ കഴിയാത്ത ഒരാളായിരുന്നു. ഒഡീഷയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതോടൊപ്പം കൂടി നടക്കേണ്ടതാണല്ലോ. തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. അതുകൂടി മുന്നിൽ കണ്ടുള്ള ഒരു തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനത്തിലേക്ക് അവിടെ ബിജു പട്നായിക്ക് പോകാനുള്ള, നവീൻ പട്നായിക്ക് പോകാനുള്ള. പക്ഷേ അവിടെ BJPക്കും അങ്ങനെ പ്രശ്നമുണ്ട്. BJP ഇപ്പോൾ ഏറ്റവും അവസാനം വാർത്ത വന്നിരിക്കുന്നത് ഒഡീഷയിലെ BJP അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഡൽഹിയിൽ ഇതേക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ട്. BJDയുമായിട്ട് ഒരു അലയൻസ് വേണമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ടോക്സ് BJP നടത്തുന്നുണ്ട്. ഡൽഹിയിൽ അമിത്ഷായുമായിട്ട് സംസാരിച്ചതിന് ശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് അങ്ങനെ ഒരു ടൈപ്പ് വേണ്ട എന്നുള്ളതാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് അവർ ഉദ്ദേശിക്കുന്നത്. BJDയുമായിട്ടൊരു സഖ്യം വേണ്ടെന്നാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നേരത്തെ കിരൺ പറഞ്ഞതുപോലെ പ്രതിഫലിക്കും. ഈ സംസ്ഥാന താല്പര്യം പരിഗണിച്ചാണ് ഈ നവീൻ പട്നായിക്ക് BJPയുമായി അലയൻസിന് പോകുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ BJPക്ക് താല്പര്യം ഒരു പക്ഷേ BJP സംസ്ഥാന ഘടകത്തിന് മത്സരിക്കുന്നതിന് അവിടെ അങ്ങനെ വളരുകയാണല്ലോ. സംസ്ഥാനങ്ങളിലും BJPയുടെ രീതി അങ്ങനെയാണല്ലോ. രഞ്ജിത്ത്, അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. ഈ 370 സീറ്റ് BJP ഒറ്റയ്ക്ക് നേടുമെന്നും NDA 400 സീറ്റ് കടക്കുമെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് അങ്ങനെ കാര്യമായ ഒരു മുന്നേറ്റം BJPക്ക് ഇനി ഉണ്ടാക്കാൻ കഴിയില്ല. അതൊരു സാച്ചുറേഷൻ പോയിന്റിൽ തന്നെ നിൽക്കുകയാണ്. ആകെ UPയിൽ മാത്രമാണ് കഴിഞ്ഞ തവണ 62+2 അങ്ങനെ സീറ്റ് മാത്രം ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം രാജസ്ഥാനിലായാലും മധ്യപ്രദേശിലായാലും ഗുജറാത്തിലായാലും അങ്ങനെ പ്രധാനപ്പെട്ട BJPയുടെ സംസ്ഥാനങ്ങളിലൊക്കെയും BJPക്ക് മുഴുവൻ സീറ്റിലോ അല്ലെങ്കിൽ ഒരു സീറ്റ് മാത്രമോ, ബീഹാറിലായാൽ പോലും NDAക്ക് 39 സീറ്റും ലഭിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അവിടെ എങ്ങും വർധനം ഉണ്ടാക്കാനില്ല. ഇനി വർധനം ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ ഒന്നുകിൽ ദക്ഷിണേന്ത്യയിൽ വർധനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ ഒറീസ പോലുള്ള സംസ്ഥാനങ്ങൾ, ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങൾ, ഇവിടെയൊക്കെ മാത്രമേ സീറ്റ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈ 370 എന്നുള്ള സംഖ്യയിൽ എത്തിക്കാൻ കഴിയൂ. ഒരു 100 സീറ്റുള്ള ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ 50 സീറ്റുള്ള പാർട്ടിക്ക് 100 സീറ്റോ 150 സീറ്റോ ആക്കുന്നത് പോലെയല്ല 300 സീറ്റുള്ള
ഒരു പാർട്ടിക്ക് 330, 350 അല്ലെങ്കിൽ അത് 370 എത്തിക്കുന്നത് അത് പ്രയാസം ഏറെ. അതിൽ സാധാരണ കുട്ടികളുടെ മാർക്ക് പറയുന്നത് പോലെയാണ്. 40 മാർക്കുള്ള ഒരു കുട്ടിക്ക് 60 മാർക്കിലേക്ക് എത്താൻ കുറെ കൂടി പഠിച്ചാൽ കഴിയും. പക്ഷേ 90 മാർക്കിൽ നിൽക്കുന്ന ഒരു കുട്ടിക്ക് അത് 95 ആക്കണമെങ്കിൽ ആ പഠനം പോരാ. അത് ആ ഒരു അവസ്ഥയിലാണ് ഈ സംസ്ഥാനങ്ങളൊക്കെ BJP നിൽക്കുന്നത്. അതുകൊണ്ടുകൂടിയാവും BJP ചിലപ്പോൾ BJDയുമായി സഖ്യത്തിൽ ചേർന്ന് ഒറീസയിൽ നിന്ന് അങ്ങനെ ഒരു സീറ്റ് കിട്ടുന്നെങ്കിൽ ലഭിക്കട്ടെ എന്ന് തീരുമാനം എടുക്കുന്നത്. ഒറീസ BJP ഘടകത്തെ സംബന്ധിച്ച് അത് ഒരിക്കലും അംഗീകരിക്കാൻ മഞ്ജുഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഏറ്റവും അവസാനം അദ്ദേഹത്തിന് BJP സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വന്നതുപോലെ അവർ ഒരിക്കലും താല്പര്യപ്പെടില്ല. തൊട്ടു പിന്നാലെ നടക്കാൻ പോവുകയാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP BJD സഖ്യമാണ് നിൽക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അവിടെ BJDക്ക് തന്നെയാവും വീണ്ടും അധികാരത്തിലേക്ക് തുടരാനുള്ള സാഹചര്യം വരിക. കോൺഗ്രസ് മറുഭാഗത്ത് ശക്തിപ്പെടുകയും ചെയ്യും. അതാണ് ഏതായാലും പ്രതിപക്ഷമായി മാറുകയും സഖ്യമില്ലെങ്കിൽ പോലും NDA സഖ്യം അവിടെ 13 സീറ്റുകൾ നേടുമെന്നാണ് നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സംസ്ഥാനമായി മാറുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. കാരണം അവിടെ ശക്തരായ BJDയും അവിടെ രണ്ടാമതുള്ള BJPയും ഇവർ തമ്മിൽ ഒരു അലയൻസിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്ന ഒരു സമയത്താണ് അല്ലേ. അതിനു മുൻപ് ഈ സഖ്യത്തിനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തുറന്നിട്ടിരിക്കുന്ന സമയമാണ് ഇത്. പക്ഷേ അതിനു മുൻപായിരുന്നു ഈ സർവേ നടന്നത്. അപ്പോഴും 13 സീറ്റുകൾ BJPക്ക് ലഭ്യമാകുന്നുണ്ട്. കാരണം BJDയേക്കാളും വലിയ വോട്ട് ഷെയർ വാങ്ങിക്കൊണ്ടാണ് അവിടെ BJD ഏതാണ്ട് 1% വ്യത്യാസം മാത്രം 43% വോട്ട് ഷെയർ വാങ്ങിക്കൊണ്ടാണ് 13 സീറ്റുകളുമായി NDA സഖ്യം അവിടെ മുന്നിൽ വരുന്നത്. എന്തായാലും ഒഡീഷയിൽ ഈ രണ്ട് പാർട്ടികളും ഒന്നിച്ചു കഴിഞ്ഞാൽ, ഒരു സഖ്യത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം കോൺഗ്രസ് അവിടെ ഇല്ലാതാകുന്നു എന്നുള്ളത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഈ രണ്ട് പാർട്ടികൾക്കും ഉണ്ടാകാൻ പോകുന്ന നേട്ടവും കോട്ടവും വിലയിരുത്തിക്കൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും ഒരു സഖ്യത്തിലേക്ക് വരിക. മനുഷ്യ ഒരു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പെർസെന്റേജ് ചിത്രം കൂടി എടുത്താൽ അത് വളരെ കൃത്യമാവും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2019 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJDക്ക് 44.71% വോട്ടാണ് ലഭിച്ചത്. BJPക്ക് ലഭിക്കുന്നത് 32.49%. ഈ 44-32 ചേർന്നാലാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി വേറെ ആര് മത്സരിച്ചാലും അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു സീറ്റിന് പോലും പ്രതീക്ഷ വെക്കേണ്ടതില്ല. അന്ന് കോൺഗ്രസിനുണ്ടായിരുന്നത് 16.12% വോട്ടാണുണ്ട്. ബാക്കിയുള്ള പാർട്ടികൾക്കൊക്കെ വളരെ ചെറിയ 1% ഒക്കെ വോട്ടാണ് നിൽക്കുന്നത്. ഈ 16.12% വോട്ട് മാത്രമാണ് ഒറീസയിൽ കോൺഗ്രസിൽ ലഭിച്ചെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പരമ്പരാഗതമായി തന്നെ അവിടെ ഈ തുടർച്ചയായി BJD ഭരിക്കുന്നു എങ്കിൽ പോലും കോൺഗ്രസിന് അവിടെ ശക്തി വല്ലാതെ ചോർന്നു പോയിട്ടില്ല. കോൺഗ്രസിന് എല്ലാ സ്ഥലത്തും പ്രാദേശിക തലത്തിലടക്കം കോൺഗ്രസിൻ്റെ ഘടകങ്ങളുള്ളതും അങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ ഉള്ളൊരു സംസ്ഥാനം കൂടിയാണ്. അവിടെ കോൺഗ്രസിന് ഈ രണ്ട് പാർട്ടികളും ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും അധികാരം കിട്ടിയാലും ഇല്ലെങ്കിലും അവിടെ വളർച്ച കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത് അവിടുത്തെ കോൺഗ്രസിനായിരിക്കും. BJPയെ സംബന്ധിച്ച് BJDയെ പരാജയപ്പെടുത്തി അവിടെ ഒരു അധികാരത്തിലേക്ക് വരിക എന്നുള്ള ലക്ഷ്യമാണ്. BJP അധികാരത്തിലേക്ക് വരുന്നു എന്നൊരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും ഇപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന BJD വിരുദ്ധരായ ഒരു വിഭാഗം ആളുകളുടെ വോട്ട് കൂടി BJPയിലേക്ക് വരും എന്നുകൂടി BJP കണക്കൂട്ടുന്നുണ്ട്. അത് ഏത് സംസ്ഥാനത്തായാലും അങ്ങനെയാണ്. ഒരു പാർട്ടിക്ക് പ്രധാനമായും ബംഗാളിൽ CPM തകർന്നപ്പോൾ മറ്റ് പാർട്ടികളെല്ലാം തന്നെ കോൺഗ്രസിന്റെ വോട്ടടക്കം മമതാ ബാനർജി ആരാണോ CPMനെ തകർക്കാൻ കഴിയുന്നത് അത് മമതാ ബാനർജിക്കാണെന്ന് കണ്ടപ്പോൾ മമതാ ബാനർജിയിലേക്ക് മാറി. അതുപോലെ തന്നെ ഒഡീഷയിൽ BJDയെ തകർക്കാൻ കഴിയുന്നത് BJPക്കാണ് എന്ന് വന്നാൽ കോൺഗ്രസിന്റെ വോട്ടടക്കം BJPയിലേക്ക് വരും. ആ ഒരു സാഹചര്യം കൂടി ഇല്ലാതാക്കുന്നതാണ് ഈ ഒരു മുന്നണി എന്ന് പറയുന്നത്. ഒഡീഷയിൽ BJP നേട്ടമുണ്ടാക്കും എന്നാണ് ഈ ഒപ്പീനിയൻ പോൾ പറയുന്നത്. BJDയെ രണ്ടാം സ്ഥാനത്തേക്ക്. പക്ഷേ അവിടെ ഒഡീഷയിലെ ചിത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സഖ്യത്തിന്റെ സാധ്യതകളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എപ്പോഴും ഒഡീഷയിൽ ഈ BJD എന്ന് പറയുന്നത് BJPയുടെ ഒരു സൗഹൃദ പാർട്ടി എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ രാജ്യസഭയിൽ പോലും BJPയെ സർക്കാരിനെ പലപ്പോഴും പിന്തുണച്ചിട്ടുള്ള ഒരു പാർട്ടി കൂടി, ഭൂരിപക്ഷമില്ലാത്ത സമയത്ത് പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് BJDയെ കണക്കാക്കുന്നത്. പറയുന്നത് ഈ നമ്മുടെ പല സർവേ ഫലങ്ങൾ നമ്മുടെ സർവേ നടന്നതിന് ശേഷം പല സംസ്ഥാനങ്ങളിലും അവിടുത്തെ സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് സാഹചര്യം ഈ രാഷ്ട്രീയ സഖ്യത്തിന്റെ കാര്യത്തിൽ മാറിയിരിക്കുന്നത് ഒഡീഷയിലാണ്. നമുക്ക് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകണം. അത് ഛത്തീസ്ഗഡാണ്. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ തവണ 11-ൽ 10 സീറ്റുകൾ നേടിയത് BJPയാണ്. കോൺഗ്രസിനും കിട്ടിയിരുന്നു. നേരിട്ടുള്ള ഏറ്റുമുട്ടൽ അവിടെ നടക്കുന്നു. 50% വോട്ടുകൾ നേടിയാണ് കഴിഞ്ഞ തവണ ഛത്തീസ്ഗഡിൽ BJP അവിടെ 10 സീറ്റുകൾ പിടിച്ചു. ഛത്തീസ്ഗഡ് നമുക്കറിയാം ആ സമയത്ത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനമാണ്. പക്ഷേ ഇത്തവണ ഛത്തീസ്ഗഡ് സാഹചര്യത്തിലാണ് ഛത്തീസ്ഗഡിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഛത്തീസ്ഗഡിൽ മുഴുവൻ സീറ്റും ഇത്തവണ BJP നേടുമോ അതോ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുവാൻ കോൺഗ്രസിന് കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഉള്ളത്. ഛത്തീസ്ഗഡിലെ ഫലം ഇങ്ങനെയാണ്.
11-ൽ 10 സീറ്റുകൾ, കഴിഞ്ഞ തവണത്തെ ഫലം ആവർത്തിക്കുന്നു. 11-ൽ 10 സീറ്റുകൾ NDA സഖ്യം നേടുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സീറ്റിൽ മാത്രം കോൺഗ്രസ് ഒതുങ്ങുന്നു എന്നുള്ളതാണ്. അവിടുത്തെ മുഖ്യമന്ത്രി, നേരത്തെയുള്ള കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അവിടെ മത്സരിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യം കൂടിയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക്. അവിടെ 10 സീറ്റുകൾ ഛത്തീസ്ഗഡിൽ NDA സഖ്യം നേടുന്നു. ഒരു സീറ്റിൽ മാത്രമായി കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെ പോലെ ഒതുങ്ങും. നമുക്കറിയാം കഴിഞ്ഞ തവണ 50% വോട്ടുകളാണ് BJP NDA സഖ്യം നേടിയതെങ്കിൽ ഇത്തവണ BJPയുടെ വോട്ട് ഷെയർ 57% വർദ്ധിക്കുന്നു എന്ന പ്രത്യേകത. 7%-ഓളം വർധന വരുന്നുണ്ട്. കോൺഗ്രസിന്റെ വോട്ട് ഷെയർ ആകട്ടെ 37%, 40% 37%ലേക്ക് താഴ്ന്നു. 57% വോട്ട് ഷെയർ ഇത്തവണ BJP NDA സഖ്യം നേടിക്കൊണ്ട് 10 സീറ്റുകൾ NDA സഖ്യത്തിന് കിട്ടുന്നു ഛത്തീസ്ഗഡിൽ. അത് ഛത്തീസ്ഗഡിലെ ഫലവും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നതിനപ്പുറം വിജയം നേടിയ ശേഷമാണ് കിരൺ ലോക്സഭയിലും BJP ആധിപത്യം നിലനിർത്തുന്നത് എന്നതും പ്രധാനമാണ്. രഞ്ജിത്തെ, ഛത്തീസ്ഗഡിനെ ഫലം സംബന്ധിച്ച് ഛത്തീസ്ഗഡിൽ നടന്ന ഛത്തീസ്ഗഡ് സംസ്ഥാനം 2000-ലാണ് രൂപപ്പെടുന്നത്. അന്ന് അജിത് ജോഗി ആയിരുന്നു ആദ്യം കോൺഗ്രസിൽ നിന്ന് അവിടെ മുഖ്യമന്ത്രിയാവുന്നത്. ആ ഒരു ഭരണത്തിന് ശേഷം അവിടെ രമൺ സിംഗിന്റെ ഭരണം വരികയാണ്, BJPയുടെ ഭരണം. അതിനുശേഷം തുടർച്ചയായി 3 തവണയും വിജയിച്ചത് രമൺ സിംഗ് തന്നെയാണ്. ഛത്തീസ്ഗഡിലെ BJPയുടെ ഭരണത്തിന് കീഴിലായിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ തവണ ഭൂപേഷ് ബാഗൽ കോൺഗ്രസിൽ നിന്ന് അധികാരം പിടിക്കുന്നത്. അദ്ദേഹം ഇത്തവണ അധികാരം നിലനിർത്തുമെന്നൊക്കെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും അതിനെ അട്ടിമറിച്ചുകൊണ്ട് BJP അവിടെ അധികാരത്തിലേക്ക് എത്തുകയായിരുന്നു. അവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് 2019-ലായാലും 2014-ലായാലും 2009-ലായാലും 10-1 എന്ന കണക്കിൽ തന്നെയായിരുന്നു. 2019-ൽ പക്ഷേ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് ഒരു സീറ്റ് കൂടി അങ്ങനെ 9-2 എന്ന കണക്കിലേക്ക് വന്നു. പക്ഷേ ആദ്യം തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അത് 10-1 എന്ന നിലയിൽ തന്നെയായിരുന്നു. ഇത് 2019-ലെ കണക്കാണ്. 2014-ലെ കണക്ക് നോക്കിയാലും അത് തന്നെയാണ്. കോൺഗ്രസിന് ഒറ്റ സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞത്. അത് ദുർഗ് എന്ന് പറയുന്ന ഒരൊറ്റ സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞത്. 2009-ലെ കണക്കെടുത്താലും കോൺഗ്രസിന് ഒറ്റ സീറ്റിൽ മാത്രമാണ് അന്നും കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞത്. ഇതേ കണക്ക് തന്നെയാണ് അന്ന് ജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ഒരു സീറ്റ് മാത്രം. 2009-ൽ ഒരു സീറ്റ്, 2014-ൽ ഒരു സീറ്റ്, 2019-ൽ തുടക്കത്തിൽ ഒരു സീറ്റ്, പിന്നീട് 2 സീറ്റ് എന്ന അവസ്ഥയിലേക്ക് വന്നു. ഈ ഘട്ടത്തിലൊക്കെ കഴിഞ്ഞ തവണത്തെ മാത്രമാണ് പ്രത്യേകത. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. ഭൂപേഷ് ബാഗൽ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ കോൺഗ്രസിന് അങ്ങനെ ഒരു വിജയം, അതിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലനം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള 3 സംസ്ഥാനങ്ങളായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്. ഈ 3 സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് ഭരിക്കുന്നത്. പക്ഷേ ഈ 3 സംസ്ഥാനങ്ങൾ കൂടി കോൺഗ്രസിന് ആകെ ലഭിച്ചത് അന്ന് 2 സീറ്റാണെന്ന് അലക്കണം. 29 സീറ്റുള്ള മധ്യപ്രദേശിൽ 1 സീറ്റും 25 സീറ്റുള്ള രാജസ്ഥാനിൽ 0 സീറ്റും 11 സീറ്റുകളിലുള്ള ഛത്തീസ്ഗഡിൽ 1 സീറ്റും മാത്രമാണ് ആ സമയത്ത് ലഭിച്ചത്. പിന്നീട് ബൈ ഇലക്ഷനിലൂടെയാണ് 1 സീറ്റ് കൂടി കോൺഗ്രസിന്റെ പട്ടികയിലേക്ക് വന്നത്. അത് ഇത്തവണയും അതേപടി തന്നെ ആവർത്തിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. മറ്റൊരു കൗതുകകരമായ കാര്യത്തിലേക്ക് കൂടി വരാം മഞ്ജുഷ. നമ്മളിപ്പോൾ 9, 7, 16 സംസ്ഥാനങ്ങളിലെ ഫലം വന്നപ്പോൾ 272 എന്ന മാജിക് സംഖ്യയിലേക്ക് അധികാരം നിലനിർത്താൻ ആവശ്യമായ സീറ്റുകൾ ഇത്രയും സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ NDAക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ഒപ്പീനിയൻ പോൾ അനുസരിച്ച് ഇപ്പോഴത്തെ സാധ്യതകൾ. 9-ഉം ഇതുവരെ നമ്മൾ പറഞ്ഞ 2ാം ഘട്ടത്തിൽ പറഞ്ഞ 7 സംസ്ഥാനങ്ങൾ കൂടി ചേർക്കുമ്പോൾ 272-ലേക്ക് NDAയുടെ സീറ്റ് വന്നു. അത് കേവല ഭൂരിപക്ഷത്തിനാണ്. ഹൃദയഭൂമിയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും കഴിഞ്ഞിട്ടില്ല എന്നുകൂടി ഓർക്കണം. ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഇനിയും ബാക്കിയെടുക്കുകയാണ്. ഉത്തർപ്രദേശ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, മഹാരാഷ്ട്ര ബാക്കിയെടുക്കുകയാണ്, പശ്ചിമ ബംഗാൾ ബാക്കിയെടുക്കുകയാണ്. ഇതൊക്കെ ഉള്ളപ്പോഴാണ് ഇപ്പോഴും 272 എന്ന സംഖ്യയിലേക്ക് എത്തുവാൻ NDA സഖ്യത്തിന് കഴിയുന്നത്. ഇത്രയും സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ കഴിയും എന്നുള്ളതാണ് ഒപ്പീനിയൻ പോൾ പറയുന്നത്. 363 സീറ്റുകളുടെ ഫലം മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് 180ഓളം സീറ്റുകളുടെ ഫലപ്രവചനം ഇനി വരേണ്ടിയിരിക്കുന്നു. അവിടെയാണ് 272 എന്ന ആ സംഖ്യയിലേക്ക് NDA സഖ്യം എത്തുന്നത്. 400+ കിട്ടുമോ മോദിയുടെ? പക്ഷേ ഇവിടെ 400+ലേക്കൊന്നും ഈ ഒരു ഒപ്പീനിയൻ പോളിലേക്ക് പോകുവാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. പിന്നെ ഈ ഒഡീഷയിലൊക്കെ ഈ സഖ്യത്തിലേക്ക് ഈ കണക്കുകൾ കൂട്ടുകയാണെങ്കിൽ അങ്ങനെ ഈ 400+ലേക്ക് വരാം. പക്ഷേ അങ്ങനെയല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കുന്നത്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണ 2019-ൽ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്കും NDA സഖ്യത്തിനും നേട്ടമുണ്ടാക്കാൻ കഴിയും. പിന്നെ ഇപ്പോഴത്തെ സാധ്യത അനുസരിച്ച് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ച് സീറ്റുകൾ കൂടി കിട്ടുന്നു.
ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ അതാണ് പറയുന്നത്. 180 സീറ്റുകളുടെ ഫലപ്രവചനം വരാനുണ്ട്. കൃത്യമായി 180. അതിൽ ബംഗാളിലെ 40 സീറ്റുകൾ അല്ലേ? ബംഗാളിൽ 42 സീറ്റുകൾ മാറ്റിയാൽ ബാക്കി സംസ്ഥാനങ്ങളിലെല്ലാം ബംഗാളിലെ BJP ബാക്കി സംസ്ഥാനങ്ങളെല്ലാം BJPക്ക് അപ്രമാദിത്വമുള്ള ഏതാണ്ട് ആ സംസ്ഥാനങ്ങളാണ് എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുജറാത്ത് വരാൻ ബാക്കിയുണ്ട്. ഗുജറാത്ത് ബാക്കിയുണ്ട്. ഗുജറാത്തിലെ 26 സീറ്റുകൾ വരാൻ ബാക്കിയുണ്ട്. കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റുകളിലും ഗുജറാത്തിലെ മുഴുവൻ സീറ്റുകളിലും BJP ജയിച്ചതാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ഫലം ഇനി നമുക്ക് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ നേട്ടമുണ്ടാക്കുവാനായിട്ട് BJPക്ക് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അവിടെ മഹാഗഡ്ബന്ധൻ കടുത്ത വെല്ലുവിളി തന്നെയാണ് NDAക്ക് നൽകുന്നത്. പക്ഷേ ഗുജറാത്തിൽ വലിയൊരു വെല്ലുവിളി ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നില്ല. അതേ രീതിയിലാണോ ഒപ്പീനിയൻ പോൾ പറയുന്നത് എന്ന് അല്പസമയത്തിനകം ആ ഒരു ഫലം ഗുജറാത്തിലെ 180 സീറ്റുകളിൽ 100 സീറ്റുകൾ എങ്കിലും ലഭിച്ചാൽ 372ലേക്ക് NDA സഖ്യമെത്തും. 370+ എന്ന കണക്കിലേക്ക് NDA സഖ്യം. കിരൺ, ഇത് ഇങ്ങനെ ഒരു വിലയിരുത്തലിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? കഴിഞ്ഞ തവണ ഹിന്ദി ബെൽറ്റിൽ ഏത് രീതിയിലാണോ BJPക്ക് മുന്നേറാൻ കഴിഞ്ഞത് അതിൽ മാറ്റം സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു 13 സീറ്റുകളെങ്കിലും കൂടുതൽ നേടുവാനായിട്ട് NDAക്ക് കഴിയുകയാണ്. ബാക്കി സംസ്ഥാനങ്ങളിൽ എന്തായിരുന്നോ കഴിഞ്ഞ തവണ കണ്ടത് അത് തന്നെ ആവർത്തിക്കുകയാണ്. ഇതല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മഞ്ജുഷേ, നമ്മൾ ഇതുവരെ കണ്ട സംസ്ഥാനങ്ങളിലെ ഈ ഫലസൂചനയുടെ പ്രത്യേകത പരിശോധിച്ചു കഴിഞ്ഞാൽ BJPക്ക് എവിടെയെങ്കിലും ഒരു കോട്ടം ഉണ്ടാകുന്നതായി ഈ ഫലസൂചനകളിൽ എവിടെയുമില്ല. കഴിഞ്ഞ തവണ BJP ഏറ്റവും മെച്ചപ്പെട്ട ഫലമുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഏതെങ്കിലും പിന്നോട്ട് പോയതായി അങ്ങനെ ഒരു സ്ഥലത്തും കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ആകെ ബീഹാറിലും കണ്ട് 39 നിന്ന് 38 എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സീറ്റിൻ്റെ ആകെ ഒരു വ്യത്യാസമല്ലാതെ എവിടെയെങ്കിലും BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ എവിടെയും ഒരു തിരിച്ചടി നേരിടുന്നതായി ഈ ഫലസൂചനകൾ എന്തായാലും കാണിക്കുന്നില്ല. പിന്നീട് എണ്ണത്തിൻ്റെ വിഷയമാണ്. എണ്ണം നേരത്തെ തന്നെ പറഞ്ഞു, ഈ 400 കടക്കുക എന്ന് പറയണമെങ്കിൽ സ്വാഭാവികമായും BJPക്ക് 400 കടക്കണമെങ്കിൽ ദക്ഷിണേന്ത്യയിലെ കർണാടക ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഈ 4 സംസ്ഥാനങ്ങൾ, അതോടൊപ്പം തന്നെ ബംഗാൾ, ഒഡീഷ, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വലിയ വിജയം ഉണ്ടാക്കാൻ കഴിയാതെ, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ ബാക്കി സീറ്റുകൾ കൂടി ലഭിക്കുക, അങ്ങനെ ഇത്രയും സംസ്ഥാനങ്ങൾ വിജയം ഉണ്ടാക്കാൻ കഴിയാതെ എണ്ണത്തിൽ വർധനമുണ്ടാക്കാൻ കഴിയില്ല. ബാക്കി പ്രധാനപ്പെട്ട BJPയുടെ ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ BJP സാച്ചുറേഷൻ പോയിന്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ഗുജറാത്തിലായാലും രാജസ്ഥാനിലായാലും മധ്യപ്രദേശിലായാലും ഛത്തീസ്ഗഡിലായാലും എല്ലാം തന്നെ സാച്ചുറേഷൻ പോയിന്റിൽ തന്നെയാണ്. UPയിലാണ് ചെറിയൊരു കുറവ്. അത് തന്നെ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യത്തെ 62-2 64 സഖ്യത്തിന് അപ്നാദലിൻ്റെ കൂട്ടികൾ ചേർക്കുമ്പോൾ 64 സീറ്റ് വരുന്നുണ്ടെങ്കിൽ ഈ തവണ അത് 77ലേക്ക് വർദ്ധിക്കുന്നു എന്ന് വരുന്നു. 77 എന്ന് പറയുമ്പോൾ അവിടുത്തെ ഏറ്റവും മാക്സിമം ഒരു സീറ്റിലേക്കാണ്. അങ്ങനെ ഇതുവരെ നമുക്ക് പുറത്തു വന്ന സർവേയുടെ ഫലം നോക്കിയാൽ ഇതൊരു ക്ലീൻ സ്വീപ്പാണ് BJPക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. അഭിപ്രായ സർവേകൾ പലതും മാറി മറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അഭിപ്രായ സർവേ എടുക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണോ ജനം ചിന്തിക്കുന്നത് ആ ചിന്തിക്കുന്നതിന് അടിസ്ഥാനത്തിൽ എടുക്കുകയും പലപ്പോഴും. പക്ഷേ പിന്നീട് വരുന്ന പല വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാറുണ്ട്. അത്തരത്തിലേക്ക് വോട്ട് മാറിയ സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ എപ്പോഴും ചിന്തിക്കുന്ന പോലെ ആവണമെന്നില്ല എല്ലാ മനുഷ്യരും പിന്നീട് വോട്ട് ചെയ്യുന്നത്. ഈ വോട്ടിംഗ് ശതമാനത്തിലൊക്കെ കുറവ് വരുമ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ എണ്ണത്തിൽ കൂടുതൽ BJPക്ക് വരുന്നുണ്ടെന്ന് വരുന്നു. പക്ഷേ അവിടേക്ക് 2-3% മാറിയാൽ ചിലപ്പോൾ കുറയാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം ചിലപ്പോൾ വലിയ തോതിലാവും സീറ്റുകളുടെ എണ്ണം കുറയുന്നത്. ഇപ്പോൾ അസമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അസമിൽ ഈ CAA നടപ്പാക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് അസമിൽ വലിയ രീതിയിലേക്ക് എതിർപ്പുയരുകയും അതൊരു വികാരമായിട്ടൊക്കെ അസമിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇനി ഏതെല്ലാം തരത്തിലേക്കുള്ള വികസന പ്രവർത്തനങ്ങളോ മറ്റെന്തെല്ലാം വിഷയങ്ങൾ ഉയർത്തിയാലും അത്തരം വൈകാരിക വിഷയങ്ങളൊക്കെ അവിടെ ബാധിച്ചു കഴിഞ്ഞാൽ, ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. രണ്ട് തരത്തിലും ചിലപ്പോൾ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കാം. അതിന് പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നതെങ്കിൽ ഈ സീറ്റിന്റെ ഇപ്പോഴത്തെ എണ്ണത്തിലൊക്കെ BJPക്ക് ഈ ഹിന്ദി ബെൽറ്റിൽ സീറ്റ് കുറയുവാനുള്ള ഒരു സാഹചര്യം കൂടി കണക്കാക്കണമല്ലോ. ഇനി അങ്ങോട്ട് ഈ ഇന്ത്യ സഖ്യം കൂടുതൽ ഒരു ബലപ്പെട്ടു വരികയാണെങ്കിൽ, ഈ സീറ്റ് വിഭജന ചർച്ചകൾ എല്ലായിടത്തും കഴിഞ്ഞിട്ടില്ല, സ്ഥാനാർത്ഥി നിർണയം എല്ലായിടത്തും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൂടി വരുമ്പോൾ ഇപ്പോൾ മാർച്ച് 1 ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സ്ഥലങ്ങളുണ്ട് അല്ലേ, സീറ്റ് വിഭജന ചർച്ചകൾ കഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. ഇതുകൂടി കണക്കിലെടുക്കുമ്പോൾ BJPക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കോട്ടം സംഭവിക്കുന്ന ഘടകങ്ങൾ ഈ ഒപ്പീനിയൻ പോളിൽ കണ്ടതിൽ നിന്ന് BJPക്ക് സീറ്റ് കുറയുവാനുള്ള സാഹചര്യം ഉണ്ടോ, പ്രത്യേകിച്ച് ഹിന്ദി ബെൽറ്റിൽ? അങ്ങനെ നമുക്ക് പൂർണ്ണമായും കുറയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല മഞ്ജുഷ.
സ്വാഭാവികമായും ഇപ്പോൾ ഏറ്റവും അവസാനം BJP നടപ്പാക്കിയ വിഷയങ്ങൾ BJPയുടെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിരുന്നതാണ് ഈ 370 ആർട്ടിക്കിൾ 370ന്റെ കാശ്മീരിനുള്ള പ്രത്യേക പദവി എടുത്തു കളയുക എന്നുള്ളതായാലും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണമായാലും ഈ CAA ആയാലും ഇതെല്ലാം. പക്ഷേ ഇതെല്ലാം നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായും ഇതിനൊക്കെ എതിരായി നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരു സർക്കാർ മോദി കഴിഞ്ഞ തവണ വരെ പറഞ്ഞിരുന്നത് വികസന മുദ്രാവാക്യമാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു വർഗീയ അജണ്ടയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഹിന്ദുത്വ അജണ്ടയോ അല്ല മുന്നോട്ട് വെക്കുന്നത്, വികസന നായകൻ എന്ന രീതിയിലാണ് മോദി അവതരിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നത്. ആ തവണ ലഭിച്ച വോട്ട് സ്വാഭാവികമായും ഈ വികസനത്തിന് വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊന്നും നോക്കേണ്ടതില്ല, നാട് വികസിക്കട്ടെ, ആരാണ് ഭരിക്കുന്നത് എന്നുള്ള വിഷയം, ആ നാട് വികസിക്കട്ടെ എന്ന മട്ടിൽ വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്. ആ വോട്ട് കൂടി ലഭിച്ചാണ് 2019 NDA വലിയ ഭൂരിപക്ഷത്തോടുകൂടി 303 സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ അതിനൊപ്പം കൂടി ഈ അജണ്ടകൾ കൂടി വരുന്നുള്ളൂ. അത് എങ്ങനെയാണ്, പോസിറ്റീവായിട്ടാണോ, അതൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാവുകയും അതിനനുകൂലമായിട്ട് ജനങ്ങൾ കൂടുതൽ പേർ ചിന്തിച്ച് BJPയിലേക്ക് വോട്ട് ചെയ്യുമോ, അതോ ഇങ്ങനെയുള്ള അജണ്ടകൾ കൂടി എടുക്കുന്നതിനെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ടോ? ഇതൊക്കെ നമുക്ക് ഇലക്ഷനിലെ ബാലറ്റ് പേപ്പറിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ. ചിലപ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധിക്കും. നമുക്ക് നമ്മളിപ്പോൾ ഛത്തീസ്ഗഡ് വരെ വന്ന് അത് അടുത്ത ആന്ധ്രാപ്രദേശിൽ 25 സീറ്റുകളിൽ ഫലം വരാനുണ്ട്. ജാർഖണ്ഡിലെ 14 സീറ്റുകളുടെ ഫലം വരാനുണ്ട്. വെസ്റ്റ് ബംഗാളിലെ 42 സീറ്റുകളിലെ ഫലം വരാനുണ്ട്. ഗുജറാത്തിൽ 26 സീറ്റുകളിലെ ഫലം വരാനുണ്ട്. മഹാരാഷ്ട്രയിൽ 48 സീറ്റുകളിലെ ഫലസൂചനകൾ ലഭ്യമാകാനുണ്ട്. അങ്ങനെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ 180 സീറ്റുകളിൽ BJPക്ക് ലഭിക്കാൻ പറ്റുന്ന ഒരു പരമാവധി സീറ്റ് 80 എന്ന് കൂട്ടിയാൽ പോലും 350 മുകളിലേക്ക് 71 സീറ്റുകളിൽ അവിടെ ഒതുങ്ങുകയാണ്. മറുവശത്ത് മമതാ ബാനർജിയുടെ വെസ്റ്റ് ബംഗാളുണ്ട്. ഇനി വരാൻ പോകുന്ന സംസ്ഥാനങ്ങൾ ഓരോന്നും ഭിന്നമായ രീതിയിൽ ചിന്തിക്കുന്നതാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ വരുമ്പോൾ അവിടെ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ പറ്റിയ ഒരു സംസ്ഥാനമല്ല, നേട്ടമുണ്ടാക്കാനേ പറ്റിയ സാധ്യത കുറവുള്ള ഒരു സംസ്ഥാനമാണ്. ജാർഖണ്ഡിൽ BJPക്ക് നേട്ടമുണ്ടാകും. ജാർഖണ്ഡിൽ എന്ന് വെച്ചാൽ ഈ ക്ലീൻ സ്വീപ്പ് എന്നുള്ള കാര്യമില്ല, സീറ്റുകളുടെ എണ്ണവും കുറവാണ്. പശ്ചിമ ബംഗാളിൽ പക്ഷേ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ നേട്ടമുണ്ടാക്കുവാനുള്ള സാധ്യത ഇത്തവണയുണ്ട്. ഗുജറാത്തിൽ ക്ലീൻ സ്വീപ്പിനുള്ള സാധ്യതയാണ്. 26 സീറ്റുകളാണ് ഗുജറാത്തിൽ. പിന്നെയുള്ള മഹാരാഷ്ട്രയാണ്. അവിടുത്തെ കാര്യം മഹാഗഡ്ബന്ധനുമായിട്ടുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് എന്നുള്ള രീതിയിലാണ്. അത് മാത്രമല്ല ഈ സർവേ എടുത്ത സമയത്തേക്കാൾ സാഹചര്യങ്ങളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയം അതിപ്രധാനമായ ഒരു ഘടകമാണ്. എനിക്ക് തോന്നുന്നത് ബംഗാളും മഹാരാഷ്ട്രയുമാണ് ഇതിലേറ്റവും ഇനി നിർണായകമാവേണ്ടതെന്ന്. അങ്ങനെ ഒരു വലിയ മാറ്റത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ 370 എന്നുള്ള മാർക്കൊക്കെ BJP കടക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 400 NDA കടക്കണമെന്നുണ്ടെങ്കിൽ ബംഗാളിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും വലിയ തോതിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയണം. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വ്യത്യസ്തമായ, ഇനി ആർക്കും പ്രവചിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പാർട്ടികൾ അത് NCPയും അത് ശിവസേനയുമായിരുന്നു. പിന്നീടാണ് അവരുടെ രണ്ടുപേരുടെ ശക്തി കുറയുകയും BJPയും കോൺഗ്രസും ഒക്കെ സമാന്തരമായി അവരുടെ ഒന്നാമത്തെ പാർട്ടിയായി മാറുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഈ 2 പാർട്ടികൾ ഇപ്പോൾ പാടെ നെടുകെ പിളർന്നു നിൽക്കുകയാണ്. നെടുകെ പിളർന്നു നിൽക്കുമ്പോൾ NCPയിൽ ശരത് പവാറിനൊപ്പമാണോ അജിത് പവാറിനൊപ്പമാണോ? NCPയുടെ പരമ്പരാഗതമായ വോട്ട് ബേസ് ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ കർഷകരടക്കമുള്ളവർ നിൽക്കുന്നത് ശരത് പവാറിനൊപ്പമാണോ അജിത് പവാറിനൊപ്പമാണോ എന്നുള്ള ചോദ്യമുണ്ട്. ഇതെല്ലാം ഇപ്പോൾ MLAമാരുടെ കണക്ക് വെച്ചോ MPമാരുടെ കണക്ക് വെച്ചോ മാത്രം നമുക്ക് ആ പാർട്ടിയുടെ വോട്ട് ഷെയർ ഒരിക്കലും അളക്കാൻ കഴിയില്ല. അവരുടെ ആദ്യത്തെ വിധിയാണ് ഇനി വരാൻ പോകുന്നത്. സംസ്ഥാനങ്ങളുടെ വിലയിരുത്തലിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് ഏറ്റവും ഈ ഇത്രയും സംസ്ഥാനങ്ങൾ കടന്നു പോകുമ്പോൾ 363 ലോക്സഭാ മണ്ഡലങ്ങളിൽ 272 സീറ്റുകളിൽ NDA സഖ്യം ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് കേവല ഭൂരിപക്ഷത്തിൽ നമ്മൾ ഈ സർവേ NDA സഖ്യത്തെ ഇതുവരെ ഒരു സാധ്യതകളാണ് ഇത് പറയുന്നത്. ഇത് ഭൂരിപക്ഷം എന്ന് പറയരുത്, ഇത് സാധ്യതകളാണ്. സർവേയുടെ ഫലങ്ങളാണ്, നമ്മുടെ സർവേ നടത്തിയ ഫലമാണ്. 272 സീറ്റുകളിലേക്ക് NDA സഖ്യം എത്തിച്ചേർന്നിരിക്കുന്നു. 71 സീറ്റുകളിൽ മാത്രം ഇന്ത്യ സഖ്യത്തിന് ഒരു വിജയം. അത് ആ സർവേയുടെ ഭാഗമായി, ജനങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളുടെ ഭാഗമായി ഇതുണ്ടാകുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഈ സർവേ അതിന്റെ ബാക്കി സംസ്ഥാനങ്ങളിലേക്ക് കടക്കുകയാണ്. ആന്ധ്രാപ്രദേശ് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? അവിടെ എന്തെങ്കിലും മാറ്റം വരുവാൻ സാധ്യതയുണ്ടോ? YSR കോൺഗ്രസിന് എന്ത് സംഭവിക്കും? ആന്ധ്രാപ്രദേശിൽ TDPയുമായുള്ള ബന്ധം ഏത് രീതിയിൽ BJPക്ക് NDAക്ക് സഹായകരമായി മാറും? ഇതൊക്കെ അറിയാനുണ്ട്. ആന്ധ്രാപ്രദേശിലെ ചിത്രം, ആന്ധ്രാപ്രദേശ് പ്രധാനപ്പെട്ടതാണ്. 25 സീറ്റുകൾ ആന്ധ്രാപ്രദേശിൽ ഉണ്ട്. അടുത്തത് ആന്ധ്രാപ്രദേശ് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് വരാം, ഇടവേളയ്ക്ക് ശേഷം. News 18 Amrit Veni